വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക് ഓർ ഫെയർ വാല്യൂ ഗ്യാപ്പ്, വിച്ച് വൺ ഫോർ ബെസ്റ്റ് എൻട്രി എന്നുള്ളതാണ്. ട്രേഡേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു മെജോറിറ്റി ഡൗട്ട് തന്നെയാണ് ഇത്. നമുക്കൊരു സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഡിസ്പ്ലേസ്മെന്റ് ലെഗിൽ ഉണ്ടാകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് PDRS ആണ് ഓർഡർ ബ്ലോക്കും അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ എന്താണ് FEG, എന്താണ് OB എന്നും, എങ്ങനെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോർമേഷനും, എന്താണ് ഇതിൻ്റെ ലോജിക് എന്നും, അതുപോലെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ആരെല്ലാമാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയുടെ കോർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ സെഷന്റെ കോർ കോണ്ടന്റ്സ് നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ ആദ്യം തന്നെ എന്താണ് ഓർഡർ ബ്ലോക്ക്, അതുപോലെ എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതുപോലെ ലോജിക് ബിഹൈൻഡ് ഓർഡർ ബ്ലോക്ക് ആൻഡ് ലോജിക് ബിഹൈൻഡ് FEG. ഇതെന്ന് പറയുന്നത് പുതുതായിട്ട് വരുന്ന ആളുകൾക്കും ഇത് പഠിച്ച ആളുകളുടെ ആ ഒരു ബേസിന്റെ സ്ട്രോങ്ങിന് വേണ്ടി കൂടി നമ്മളിവിടെ പറയുന്നതായിരിക്കും. അതിനുശേഷം ഫോർമേഷൻ ഓഫ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് രണ്ട് രീതിയിൽ ഫോർമേഷൻ വരും. ബുള്ളിഷ് ആയാലും ബെയറിഷ് ആയാലും നമുക്ക് A സെറ്റപ്പും A+ സെറ്റപ്പും വരും. അതുകൊണ്ട് തന്നെ എന്താണ് A സെറ്റപ്പ്, എന്താണ് A+ സെറ്റപ്പ്, A സെറ്റപ്പിനെ A+ സെറ്റപ്പിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും A+ സെറ്റപ്പിനെ Aയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും എന്താണെന്നും നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ പഠിക്കും. അതിനുശേഷം PDRA കമ്പാരിസൺ, നമ്മളിപ്പോൾ പറയുന്ന ഓർഡർ ബ്ലോക്കിന്റെയും ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഒരു കമ്പാരിസൺ നമ്മളിവിടെ പറയും. അതിനുശേഷം OTE കോൺഫ്ലുവൻസ്. OTE കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി കോൺഫ്ലുവൻസ് നമ്മളിവിടെ പറയും. അതിനുശേഷം റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസിലൂടെ കമ്പൈൻഡ് കൺക്ലൂഷനിലൂടെ ആയിരിക്കും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന രണ്ട് PDRS യൂസ് ചെയ്താണ് നിങ്ങൾ എൻട്രി എടുക്കുന്നത് എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. മുഴുവനായിട്ടിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്ലൈഡ്സ് ത്രൂ നമ്മൾ പറയുന്നത് ഓർഡർ ബ്ലോക്കിന്റെയും ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെയും ഡെഫിനിഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഓർഡർ ബ്ലോക്കിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ എന്താണ്, ആൻ ഓർഡർ ബ്ലോക്ക് ഈസ് എ പ്രൈസ് സോൺ വേർ ദ ബിഗ് പ്ലേയേഴ്സ് ലൈക്ക് ബാങ്ക്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് ലാർജ് ബൈ ഓർ സെൽ ഓർഡേഴ്സ്. ഇറ്റ്സ് എ ഫുട് പ്രിന്റ് ഓഫ് സ്മാർട്ട് മണി ഇൻ ദ മാർക്കറ്റ്. എന്താണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ പ്രൈസ് സോൺ ആണ്. ആ പ്രൈസ് സോണിനെ നമ്മൾ ടേം ചെയ്യുന്നത് എന്താണ്? ഓർഡർ ബ്ലോക്ക് എന്നാണ്. ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? വേർ ദ ബിഗ് പ്ലേയേഴ്സ് അവരെന്താണ്, അവരുടെ ലാർജ് ബൈ ഓർ സെല്ല് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഏരിയനെ നമ്മളൊരു പ്രൈസ് സോണായിട്ട് കൺസിഡർ ചെയ്ത് അതിനെ ടേം ചെയ്യുന്നതാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫുട് പ്രിന്റ് ഓഫ് സ്മാർട്ട് മണി ഇൻ ദ മാർക്കറ്റ്. സ്മാർട്ട് മണീസിന്റെ ഒരു പ്രസൻസ് കൂടി നമുക്ക് ഓർഡർ ബ്ലോക്കിൽ കാണാം എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്കും നമുക്കിവിടെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും ഇവിടെ ഫോം ആയിട്ടുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞതുപോലെ ഓർഡർ ബ്ലോക്കിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ഓർഡർ ബ്ലോക്കിന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ആണ്. ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട്. അപ്പം എന്താണ് ടേക്ക് ഔട്ട് ചെയ്യേണ്ടത്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈ. നമ്മൾ ബെയറിഷ് ഓർഡർ ബ്ലോക്കിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഡേ ഹൈ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടേം ഹൈ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈസ് സ്വീപ്പ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഓപ്പോസിറ്റ് ഡിസ്പ്ലേസ്മെന്റ് മൂവ്. രണ്ടാമത്തെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് മൂവ് എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, ഇതുപോലത്തെ സ്ട്രോങ് മൂവ്. ഈ ക്യാൻഡിലിനെ നിങ്ങൾ എന്തൊക്കെ ആയിട്ട് ടേം ചെയ്യാം? ബെയറിഷ് മറുബോസുമായിട്ട് ടേം ചെയ്യാം, ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെ എന്തൊരു ടേം നിങ്ങൾ യൂസ് ചെയ്താലും ഡിസ്പ്ലേസ്മെന്റ് ഷാർപ്പ് ഒരു മൂവ് വരണം. അതിനുശേഷം എന്താണ്, അതിനുശേഷം ഇൻ കേസ് എന്താണ് ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു FEGs എങ്കിലും വേണം. ഒരു FEGസും കൂടി വേണം. അതിനുശേഷം എന്താണ്, അതിനുശേഷം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ബ്രേക്ക് വേണം. സ്ട്രക്ചർ ബ്രേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റോ വേണം. അതും എങ്ങനെ വേണം? ഒരു ബോഡി ക്ലോസോട് കൂടി വേണം. ഈ ബോഡി ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? ആ ബോഡി ക്ലോസ് ടേംസ് അസ് ഡൊമിനൻസിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് പറഞ്ഞു, ഓർഡർ ബ്ലോക്കിന്റെ ക്രൈറ്റീരിയാസ് എന്താണെന്ന് പറഞ്ഞു. ബുള്ളിഷിനും ബെയറിഷിനും നമുക്ക് അതുപോലെ തന്നെ ക്രൈറ്റീരിയാസ് ഉണ്ടോ എന്ന് നോക്കണം. 4 ക്രൈറ്റീരിയാസ് ഞാൻ പറഞ്ഞു. ആ 4 ക്രൈറ്റീരിയാസും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്സ് ആണ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? എ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈസ് എ പ്രൈസ് ഇംബാലൻസ് കോസ്ഡ് ബൈ അഗ്രസീവ് ബൈയിങ് ഓർ സെല്ലിംഗ്. മാർക്കറ്റിൽ അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ്ങും അഗ്രസീവ് ആയിട്ടുള്ള സെല്ലിങ്ങും വരുന്ന സമയത്താണ് മാർക്കറ്റിൽ FEGs അതായത് ഇംബാലൻസ് ഫോം ചെയ്യുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് ദ 3 candlestick പാറ്റേൺ വേർ ദ മിഡിൽ കാൻഡിൽ മൂവ് സോ ഫാസ്റ്റ് ദെൻ ലീവ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് കാൻഡിൽ വിക്ക്. അപ്പോൾ മാർക്കറ്റിൽ ഇതുപോലെ ഇംബാലൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്?
ഒരു 3 ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ രീതിയിലാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെയും തേർഡ് ക്യാൻഡിലിൻ്റെയും ഇടയിൽ ഗ്യാപ്പ് വരുവാണെങ്കിൽ ആ ഒരു മിഡിൽ ക്യാൻഡിലിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസിൻ്റെ മൂവ് ബാലൻസ് ആയിട്ടും ഇംബാലൻസും ആയിട്ട് പോകും. ഓക്കെ, ബാലൻസ് ആയി പോവാന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എഫിഷ്യന്റ് പ്രൈസ് ആക്ഷൻ ആയിരിക്കും. എഫിഷ്യന്റ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മാർക്കറ്റിൽ പ്രൈസ് എന്താണ്, ഓരോ ക്യാൻഡിൽസിന്റെ മിറ്റിഗേറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. മാർക്കറ്റിൽ അഗ്രസീവ് ബൈ വരുന്ന സമയത്ത് ക്യാൻഡിൽസ് തമ്മിൽ ഗ്യാപ്പ് വരാൻ തുടങ്ങും. അതായത് അവിടെ ലാർജ് ബൈ ഓർഡേഴ്സ് ആരോ എന്തോ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ആ ഇൻഎഫിഷ്യന്റ് പ്രൈസ് ആക്ഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ടേം ചെയ്യുന്നത്, ഈ 3 ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഫോർമേഷനിൽ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് ക്യാൻഡിൽ, അതുപോലെ തന്നെ സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. ഫസ്റ്റ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ നമ്മളൊരു ഗ്യാപ്പ്, ഫസ്റ്റ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിലിനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും തേർഡ് ക്യാൻഡിലിനെ ടച്ച് ആയിട്ടില്ല. ഓക്കെ, ആ രീതിയിലാണ് ആക്ച്വലി എന്ത് ഫോം ആവുന്നത്, ഇംബാലൻസ് ബുള്ളിഷ് സെനാരിയോയിൽ ഫോം ആവുന്നത്. ബെയറിഷ് സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ബെയറിഷ് സെനാരിയോയിലും പറഞ്ഞ പോലെ 3 ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് മിഡിൽ ക്യാൻഡിലിൻ്റെ ഇടയിലായിട്ട് ഫോം ചെയ്തും ഇതിനെ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് ടേം ചെയ്യും. അങ്ങനെ നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ ഒരു ഡെഫിനിഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ നമുക്ക് ഈ ഒരു ലോജിക് ബിഹൈൻഡിലൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്കിൻ്റെ ലോജിക് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റിലേ നമ്മൾ പറഞ്ഞതുപോലെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ട്രേഡ് വിത്ത് ബാങ്ക്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, ഇനി 3 ഇമ്പോർട്ടൻ്റ് എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കോർ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഇറ്റ് ഈസ് റെപ്രസെൻറ്റ്, OB റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, സിമ്പിൾ ആണല്ലോ. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞതുപോലെ തന്നെ OBs ആർ ദ ഏരിയ വേർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ലാർജ് ബാങ്ക്സ് ആൻഡ് ഹെഡ്ജ് ഫണ്ട്സ്, സ്മാർട്ട് മണി, ഇവരെയാണ് നമ്മൾ സ്മാർട്ട് മണി എന്ന് ടേം ചെയ്യുന്നത്. അവർ പ്ലേസ് ചെയ്യുന്ന ലാർജ് ഓർഡേഴ്സിനെ നമ്മൾ ഒരു പ്രൈസ് ഓൺ ആയിട്ട് ടേം ചെയ്യുന്നതാണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, വൈ ഇറ്റ് ഈസ് വർക്ക്, ദ മെയിൻ ലോജിക് ഇവിടെയാണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡോണ്ട് എക്സിക്യൂട്ട് ദെയർ പൊസിഷൻസ് ഇൻ എ സിംഗിൾ ഓർഡർ. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു ഇൻഡിവിജ്വൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്, അവരുടെ എക്സിക്യൂഷനാണ്. ഓക്കെ, നമ്മളുടെ ലെവൽ ഓഫ് എക്സിക്യൂഷനും അവരുടെ ലെവൽ ഓഫ് എക്സിക്യൂഷനും ആനയും അണ്ണാനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. നമ്മൾ 100, 1000, 10,000 ക്വാണ്ടിറ്റിക്ക് ആയിരിക്കും ആസ് യൂഷ്വൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ എത്രയോ 100, 1000 ഇരട്ടിയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അവർക്ക് അത്രയും ലാർജ് ഓർഡേഴ്സ് അവർക്കൊരു സിംഗിൾ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുക, ദ അക്യുമുലേറ്റ് ഓർ ഡിസ്ട്രിബ്യൂട്ട് ഇൻ ഫേസസ്. ഓക്കെ, അക്യുമുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും, അവർ ബൈ ചെയ്യാൻ. ഓക്കെ, അവരുടെ ഇൻറ്റൻറ്റ് ബൈയിങ് ആണെങ്കിൽ പ്രൈസിനെ അക്യുമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, ഈ ബൈ ചെയ്ത സാധനം അവർക്ക് വിൽക്കണമല്ലോ, സെല്ല് ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, അവർ ഡിസ്ട്രിബ്യൂട്ടും ചെയ്യും. ഈ അക്യുമുലേഷനും ഡിസ്ട്രിബ്യൂഷനും എന്താണ്, ഒരു സൈഡ് വേസ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫോമിലായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഓഫ്റ്റൻ റിയാക്ട് ബിക്കോസ് അൺഫിൽഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡേഴ്സ് ആർ സ്റ്റിൽ പ്രസന്റ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, വൈ ഇറ്റ് ഈസ് വർക്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡസ് നോട്ട് എക്സിക്യൂട്ട് ദെയർ പൊസിഷൻസ് ഇൻ എ സിംഗിൾ ഓർഡർ, ദേ അക്യുമുലേറ്റ് ഓർ ഡിസ്ട്രിബ്യൂട്ട് ഇൻ ഫേസ്. വെൻ പ്രൈസ് റീവിസിറ്റ് ദ സോൺ ഇറ്റ് ഓഫ്റ്റൻ റിയാക്ട് ബിക്കോസ് അൺഫിൽഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സ് ആർ പ്രസന്റ് സ്റ്റിൽ ദെയർ. ഓക്കെ, അതായത് എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ അവരെന്ത് ചെയ്യും, പ്രൈസിനെ അക്യുമുലേറ്റ് ചെയ്യും. അതിനുശേഷം പ്രൈസിനെ എന്ത് ചെയ്യും, അവർ മുകളിലേക്ക് കൊണ്ടുപോകും. അതിന് മുന്നേ എന്താണ്, ഇവിടെ ഒരു മാനിപ്പുലേഷൻ സംഭവിച്ചിരിക്കും. ഓക്കെ, ഈ മാനിപ്പുലേഷൻ സംഭവിച്ച ഏരിയനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തും കൊണ്ടാണ് ഒരു പ്രൈസ് സോണായിട്ട് കൺസിഡർ ചെയ്യുന്നു, ഒരു കീ ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതിനെ നമ്മൾ ടേം ചെയ്യുന്നത് ഓർഡർ ബ്ലോക്കാണ്. ഈ ഓർഡർ ബ്ലോക്കിൽ എന്തുണ്ടായിരിക്കും, ഈ ഓർഡർ ബ്ലോക്കിൽ അൺഫിൽഡ് ആയിട്ടുള്ള ഓർഡേഴ്സ്, അതായത് ഈ ഒരു ഏരിയയിൽ അവർ വീണ്ടും ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് വീണ്ടും എന്താണ്, നമ്മളുടെ ഈ ഒരു സോണിലേക്ക് വരുന്ന സമയത്ത് അവിടുന്ന് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അവിടെയാണ് നമ്മൾ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സ് ആർ സ്റ്റിൽ പ്രസന്റ്, അവരുടെ ആ ഒരു പ്രസൻസ് നമ്മളവിടെ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, ഇതിന്റെ കീ കോൺസെപ്റ്റ് എന്താണ്, ഈ പ്രൈസ് റിട്ടേൺ ടു ദ ഓർഡർ ബ്ലോക്ക് ആൻഡ് ഷോ ദ കൺഫർമേഷൻ. അതാണ് നമ്മൾ പറഞ്ഞത്, എന്താണ്, ഒരു അക്യുമുലേഷൻ ഉണ്ടാവും, അതിനുശേഷം ഒരു മാനിപ്പുലേഷന് ശേഷമായിരിക്കും നമുക്കൊരു മുകളിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതിനുശേഷം എന്ത് ചെയ്യും, പ്രൈസ് താഴേക്ക് ഒന്ന് റീട്രേസ് ചെയ്യും. എന്താണ്, ആ മാനിപ്പുലേഷൻ ബ്ലോക്കിൽ നിന്ന് ഓർഡേഴ്സ്, അൺഫിൽഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് പ്രൈസ് താഴേക്ക് വരും. അതിനുശേഷം സെർട്ടൻ കൺഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട്
നമ്മൾ മുകളിലേക്ക് അവരുടെ കൂടെ നമ്മൾ എൻട്രി എടുക്കുന്ന ആ ഒരു മെത്തേഡാണ് ഓർഡർ ബ്ലോക്ക് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ ലോജിക് എന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ്, പക്ഷെ സിമ്പിൾ ആണ്. എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്? ട്രേഡ് വിത്ത് അൽഗോരിതമിക് എഫിഷ്യൻസി ആണ്. ഓക്കെ, അൽഗോരിതം എന്ന് പറയുന്നത് എന്താണ്? അൽഗോരിതം എന്ന് പറയുന്നത് ഒരു പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ഒബേ ചെയ്യുന്ന ആൽഗോസിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോസിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു 3 എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ വാട്ട് ഇറ്റ് ഈസ് റെപ്രസെന്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? FEGs are imbalance created when algorithm execute the large orders aggressively, causing price to move rapidly in one direction. Algorithms എന്ന് പറയുന്നത് ലാർജ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്ന ആൽഗോസ് ആണ്. ഓക്കെ, ഈ ആൽഗോസിൽ പ്രീ പ്രോഗ്രാംഡ് ആയിട്ട് സെറ്റ് ഓഫ് റൂൾസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്? അഗ്രസീവ് ആയിട്ടുള്ള ബൈയും അഗ്രസീവ് ആയിട്ടുള്ള സെല്ലും. ഓക്കെ, അഗ്രസീവ് ആയിട്ടുള്ള ബൈ ഇനീഷ്യൽ മൂവിനായിട്ടും അല്ലെങ്കിൽ മാനിപ്പുലേഷൻ സ്റ്റാറ്റിക്സിനായിട്ടും യൂസ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് എന്താണ്? നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഫോം ആവും. കാരണം എന്താണ്? അഗ്രസീവായിട്ട് പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഇവിടെ ഫോം ആവുന്നു. ഓക്കെ, വൈ ഇറ്റ് ഈസ് വർക്ക്. ഓക്കെ, വൈ ഇറ്റ് ഈസ് വർക്ക് ഇവിടെയാണ് നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, അൽഗോരിതം സീക്സ് എഫിഷ്യൻസി വെൻ ദ പ്രൈസ് മൂവ് ഫാസ്റ്റ് ഓർ ലീവിങ് എ ഗ്യാപ്പ് ദ മാർക്കറ്റ് ഓഫ്റ്റൻ റീട്രൈസ് ടു ഫിൽ ദാറ്റ് ഇൻഎഫിഷ്യൻസി ബിഫോർ കണ്ടിന്യൂ. ഓക്കെ, ഈ ഒരു അൽഗോരിതംസിന്റെ ഈ ഒരു ലാർജ് എക്സിക്യൂഷൻ വരുന്നത് കൊണ്ട് തന്നെ ക്വിക്ക്ലി പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് മൂലം എന്താണ്? മാർക്കറ്റിൽ ഇതുപോലെ ഗ്യാപ്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എപ്പോഴും എന്താണ്? ഓഫറിംഗ് എഫിഷ്യൻസി അതുപോലെ സീക്കിംഗ് എഫിഷ്യൻസിയാണ്. ഓക്കെ, എഫിഷ്യൻസി ഇവിടെ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ ആ ഇൻഎഫിഷ്യൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് പ്രൈസ് താഴേക്ക് വരും ചെയ്യും. അതിനെയാണ് നമ്മൾ എന്താണ്? ദ മാർക്കറ്റ് ഓഫ്റ്റൻ ടു റീട്രൈസ് ഫിൽ ദ എഫിഷ്യൻസി ബിഫോർ കണ്ടിന്യൂയിങ്. ആ ഒരു മൂവ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ എന്താണ്? ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരും. കാരണം ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവുന്നത് ആ ഏരിയയിലായിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്? പെൻഡിങ് ഓർഡേഴ്സും ആ ഒരു ഏരിയയിൽ ഉണ്ടാവും. അതുകൊണ്ട് ബിഫോർ കണ്ടിന്യൂയിങ് ഓക്കെ മുകളിലേക്ക് പോകുന്നതിന് മുന്നേ പ്രൈസ് എന്ത് ചെയ്യും? ആ ഒരു ഇൻഎഫിഷ്യൻസി എഫിഷ്യൻ്റ് ആക്കാനായിട്ട് പ്രൈസ് ബാലൻസ് ചെയ്യാനായിട്ട് താഴേക്ക് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കീ കോൺസെപ്റ്റ് നോക്കിയാൽ എന്താണ്? FEGs ആക്ട് ആസ് എ മാഗ്നറ്റ് ഫോർ ബിക്കോസ് ഓഫ് ദ മാർക്കറ്റ് സീസ് ദ റീബാലൻസ്. ഓക്കെ, ഇതിന്റെ കീ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു FEG ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അതൊരു മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യും. ഓക്കെ, മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ എന്താണ്? ഇവിടെ പ്രൈസിനെ ഇടത്തേക്കായിട്ട് കൊണ്ടുവരും. ഓക്കെ, എന്തിനാണ്? ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ റീബാലൻസ് ചെയ്യിക്കാനായിട്ട് അതിനെ കൊണ്ടുവരും എന്നാണ് നമ്മുടെ ലോജിക് ബിഹൈൻഡിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? അൽഗോരിതം. ഇവിടെ ICT ടേം ചെയ്യുന്നത് എന്താണ്? IPDA എന്നാണ്. എന്താണ്? ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അൽഗോരിതംസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ആൻ അൽഗോരിതം ഇൻ എ ട്രേഡിംഗ് പ്രീ പ്രോഗ്രാംഡ് സെറ്റ് ഓഫ് റൂൾ യൂസ്ഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹൈ ഫ്രീക്വൻസി trades to execute orders automatically. Okay, those algos analyze the market condition and execute trades at a high speed without human intervention. Okay, അപ്പോൾ ഇതിന്റെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? an algorithm എന്ന് പറയുന്നത് ഒരു പ്രീ പ്രോഗ്രാംഡ് സെറ്റ് ഓഫ് റൂൾസ് ഒബേ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്ന ഹൈലി ഫ്രീക്വൻസി ആയിട്ടുള്ള ട്രേഡ്സ് ഇനിഷ്യേറ്റ് ഓട്ടോമാറ്റിക്കലി ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൽഗോസിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഈ അൽഗോസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? മാർക്കറ്റിന്റെ കണ്ടീഷൻസ് മനസ്സിലാക്കി മാർക്കറ്റിനെ അനലൈസ് ചെയ്യും, അതുപോലെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ട് ഹൈ സ്പീഡിലൂടെ എക്സിക്യൂട്ട് ചെയ്യും വിത്തൗട്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ. ഓക്കെ, ഇന്റർവെൻഷന്റെ മലയാളം മീനിങ് എന്താണ്? ഇന്റർവെൻഷൻ എന്ന് പറയുമ്പം ഇടപെടലുകൾ. ഓക്കെ, ഇടപെടലുകൾ എന്താണ്? മനുഷ്യന്റെ ഏറെക്കുറെയുള്ള ഇടപെടലുകൾ ഇല്ലാതെ തന്നെ ആൽഗോസ് എക്സിക്യൂട്ട്സും കാര്യങ്ങളെല്ലാം ചെയ്തോളും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? ഈ കീ ഫീച്ചേഴ്സ് ഓഫ് ട്രേഡിംഗ് ആൽഗോരിതംസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ സ്പീഡാണ്. ഓക്കെ, ഒരു ഹ്യൂമനും ഒരു കമ്പ്യൂട്ടറും എക്സിക്യൂട്ട് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അറിയാലോ സ്പീഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോ സൈക്കോളജിക്കൽ എഫക്റ്റ്. കാരണം എന്താണ്? നമുക്ക് ഹ്യൂമൻസിന് സൈക്കോളജിക്കലി എഫക്റ്റ് ആവാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. പക്ഷേ ഒരു ആൽഗോസിൽ സെറ്റ് ഓഫ് റൂൾസ് ഒബേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സൈക്കോളജി ലോക്ക്ഡ് ആയിരിക്കും. നമ്മൾ പിന്നെ സൈക്കോളജിനെ കുറിച്ച് നോക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യമാണ് ലിക്വിഡിറ്റി ക്രിയേഷനും അതുപോലെ മാനിപ്പുലേഷൻ ടാക്ടിക്സുമാണ്. ഓക്കെ, അതുകൊണ്ട് കീ ഫീച്ചേഴ്സ് മനസ്സിലായല്ലോ, ആൽഗോസ് മനസ്സിലായല്ലോ, ഇന്റർപ്രൈസ് ബാങ്ക് ഡെലിവറി അൽഗോരിതം സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് FEG ഒന്നുകൂടി നോക്കിയാൽ എന്താണ്? നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? അൽഗോരിതം സംടൈംസ് എക്സിക്യൂട്ട് ലാർജ് ഓർഡേഴ്സ് ടു ക്വിക്ലി. അൽഗോസ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യുന്ന ആൽഗോസിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അൽഗോരിതം സംടൈംസ് എക്സിക്യൂട്ട് ദ ലാർജ് ഓർഡേഴ്സ് ക്വിക്ലി കോസിംഗ് ദ പ്രൈസ് ഇംബാലൻസ്. ഓക്കെ, അവിടെ ഇംബാലൻസ് ഫോം ചെയ്യും വിച്ച് ദ മാർക്കറ്റ് ലേറ്റർ ഫിൽ ദ റീസ്റ്റോർ ദ ബാലൻസ്. ഓക്കെ, അതായത് എന്താണ്? ഇതുപോലെ ഇംബാലൻസ് ഫോം ചെയ്താൽ എന്താണ്? ആ ഒരു കണ്ടിന്യൂഷൻ മൂവ് വരുന്നതിന് മുന്നേ ആ ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയനെ ബാലൻസ്
ചെയ്യേണ്ടതായിട്ടുണ്ട്. FEGs ഒരു മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് കിടക്കുന്നത്, ഫോർമേഷൻ ഓഫ് സെറ്റപ്സ്. ഓക്കെ, ഫോർമേഷൻ ഓഫ് സെറ്റപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ്, എ സെറ്റപ്പും എ പ്ലസ് സെറ്റപ്പും ഉണ്ട്. എ സെറ്റപ്പ്, എ പ്ലസ് സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ സെറ്റപ്പ്, ഈ സെറ്റപ്പിലാണ് നമുക്ക് ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്സിൻ്റെ ഒക്കെ ആ ഒരു ടേം വരുന്നത്. ഓക്കെ, ഈ സെറ്റപ്സിനെ തന്നെ എ സെറ്റപ്പും എ പ്ലസ് സെറ്റപ്പും എന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ എ എന്ന് കൊടുത്തതും എ പ്ലസ് കൊടുത്തതും എന്ന് പറഞ്ഞാൽ സർട്ടൻ കണ്ടീഷൻസിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു എ സെറ്റപ്പിനെ എ പ്ലസ് സെറ്റപ്പിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ത്, ഒരു എ പ്ലസ് സെറ്റപ്പിനെ എ സെറ്റപ്പിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ത് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മാർക്കറ്റിൽ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്ന് പറയുന്നത് പോലെ യൂട്യൂബിനും ഒരു അൽഗോരിതം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് ആത്മാർത്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് എ സെറ്റപ്പുകളാണ്. ഓക്കെ, ആദ്യം തന്നെ എ സെറ്റപ്പിൽ നമ്മൾ FEG സെറ്റപ്പാണ് പറയുന്നത്. ഓക്കെ, എ പ്ലസ് സെറ്റപ്പും എ സെറ്റപ്പും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സെറ്റപ്സിനെ. അതിൽ എ സെറ്റപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ എ സെറ്റപ്പ് നമ്മൾ ബുള്ളിഷ് സെനാരിയോയിൽ, ഓക്കെ കൺഫ്യൂസ് ആവണ്ട, എ സെറ്റപ്പ് നമ്മൾ ബുള്ളിഷ് സെനാരിയോയിൽ FEG മോഡലിലാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ, ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു FEG മോഡൽ വന്നിട്ടുണ്ട്. ഓക്കെ, FEGയിൽ നമ്മളുടെ മോഡൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് നോക്കിയാൽ ആദ്യം തന്നെ എന്താണ് നോക്കൂ നിങ്ങൾ, ആദ്യം തന്നെ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ഏതൊരു ഫോർമേഷൻ അല്ലെങ്കിൽ ഏതൊരു സെറ്റപ്പിനും ആദ്യം വേണ്ടത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ ബുള്ളിഷ് സെറ്റപ്പ് അല്ലേ, എ സെറ്റപ്പിൽ ബുള്ളിഷ് സെറ്റപ്പാണ്. ഓക്കെ, ആദ്യം തന്നെ ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ്, ഒരു ബുള്ളിഷ് സെനാരിയോയിൽ എപ്പോഴും ഒരു ലോ ആയിരിക്കണം ടേക്ക് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മളിവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് ടേം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എന്താണ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് ബോഡി ക്ലോസോട് കൂടി വേണം. അതാണ് ബോഡി ക്ലോസ്, BC എന്ന് പറയുന്നത് ബോഡി ക്ലോസ് ആണ്, വേറെ ഒന്നുമല്ല. ഒരു സ്ട്രക്ചർ ഷിഫ്റ്റോ ഒരു സ്ട്രക്ചർ ബ്രേക്കോ നമുക്ക് ബോഡി ക്ലോസോട് കൂടി കിട്ടണം. ഓക്കെ, രണ്ടാമത്തെ ക്രൈറ്റീരിയ. അതിനുശേഷം എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് മുകളിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഹൈയിനെ പ്രൈസ് ഷാർപ്പായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് വരുന്നത്. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റിനെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം പ്രൈസ് മെല്ലെ 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 ഇങ്ങോട്ട് പോയാൽ എന്താണ്, അവിടെ നമുക്കൊരു സ്മാർട്ട് മണിയുടെ ഒരു പ്രസൻസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റില്ല. ആക്ച്വലി എങ്ങനെയാണ് സ്മാർട്ട് മണി പ്രസൻസ് എങ്ങനെയാണ് കാണുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ് ഇത്, അതായത് ലോ ആണ്. ലോനെ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സഡൻ ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി പോകണം. അതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് വന്നു, സ്ട്രക്ചർ ബ്രേക്ക് വന്നു, അത് ബോഡി ക്ലോസോട് കൂടി കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് വന്നു. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിലാണ് നമ്മൾ പറയുന്ന FEG ഓർഡർ ബ്ലോക്ക് മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിലാണ്. അതിനുശേഷം എന്താണ്, ഡിസ്കൗണ്ടഡ് FEG എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇതുപോലെ എന്താണ് നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് വരുന്ന സമയത്ത് ഇതായിരിക്കും നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ലോ, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈ. ഓക്കെ, നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതൊരു സ്വിങ് ലോ ആയിട്ട് കൺഫേം ആകും. ഓക്കെ, ഇതൊരു സ്വിങ് ഹൈ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈ കൺഫേം ആവുന്നത് എപ്പോഴെങ്ങനെയാണ്, ഇപ്പം നിങ്ങളൊരു 5 മിനിറ്റ് ചാർട്ടിലാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ 5 മിനിറ്റ് ചാർട്ടിലാണെങ്കിൽ മാർക്കറ്റ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോയി. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ലോ കൺഫേം ആകും. എന്നാൽ ഇവിടെ ഒരു സ്വിങ് ഹൈ കൺഫേം ആവുന്നത് എങ്ങനെയാണ്, അതിനാണ് നമ്മൾ ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. 5 മിനിറ്റിൽ നിന്ന് നിങ്ങൾ എന്താണ് ഒരു 3 മിനിറ്റിലേക്കോ 1 മിനിറ്റിലേക്കോ നോക്കുന്ന സമയത്ത് എന്താണ്, പ്രൈസ് ഇൻറ്റേർണലി ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് എന്താവാം നമുക്ക് ടെമ്പററി ആയിട്ട് നമുക്ക് ഇതിനെ എന്താണ് ഒരു സ്വിങ് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്താണ്, പ്രൈസ് ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്ന സമയത്ത് സ്വിങ് ഹൈ കിട്ടുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കണം. ഞാൻ ഇതൊക്കെ പഠിപ്പിച്ച സാധനം തന്നെയാണ്. നമ്മൾ സ്വിങ് ഹൈയിൽ നിന്ന് സ്വിങ് ലോയിലേക്ക് നോക്കുന്ന സമയത്ത് 50% താഴെയുള്ള FEG വേണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതാണ് ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള FEG. എന്താണ് ഡിസ്കൗണ്ടഡ്, നമ്മൾ ബുള്ളിഷാണ്,
ഓക്കെ, ബുള്ളിഷ് ആവുന്ന സമയത്ത് നമ്മൾ ഡിസ്കൗണ്ടിലായിരിക്കണം ബൈ ചെയ്യേണ്ടത്. അങ്ങനെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു FEG നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള FEGയിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുന്നു. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും? നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ, ഓക്കെ, ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ഹൈ ആയിരിക്കും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഈ ഒരു ലോയുടെ താഴെ. ഓക്കെ, ഈ ഒരു ലോയുടെ താഴെ എന്ന് പറയാൻ കാരണം എന്താണ്? സേഫ് ആയിട്ടുള്ള സെൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ലിക്വിഡിറ്റി ഓൾറെഡി സ്വീപ്ഡ് ആയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്വിംഗ് ലോണിന്റെ താഴെ കൊടുക്കണം എന്ന് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അഗ്രസീവ് ആയിട്ടുള്ള മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോയുടെ താഴെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്? അവർ സ്റ്റോപ്പ് ലോസ് വെച്ചതിന്റെ താഴെ അടിക്കുകയാണെങ്കിൽ നമ്മളതും അടിക്കും, അവരുടേതും കൂടി അടിക്കും. ഓക്കെ, ഇൻ കേസ് അവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളതെങ്കിൽ ഈ താഴേക്ക് വരാൻ അവർ സമ്മതിക്കില്ല. അതിന് മുന്നേ പ്രൈസിനെ അവർ പുഷ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ലോയുടെ താഴേക്കായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാനും നെക്സ്റ്റ് റീസെൻ്റ് ആയിട്ട് മുകളിൽ എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത് അതുപോലെ തന്നെ ആ ലിക്വിഡിറ്റി ബേസ് ആയിരിക്കണം നിങ്ങൾ ടാർഗറ്റ് വെക്കേണ്ടത് എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇവിടെ പഠിച്ച കാര്യം എന്താണ്? സ്റ്റോപ്പ് ലോസ് വെക്കുന്നതും ടാർഗറ്റ് വെക്കുന്നതും എപ്പോഴും ലിക്വിഡിറ്റി ബേസ്ഡ് ആയിട്ട് ആയിരിക്കണം. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോ ഏതാണ് അവിടെ ആയിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഇനി ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനുള്ള ഏരിയ ഡ്രോ ഓൺ ലിക്വിഡിറ്റി നമ്മൾ പഠിച്ചിട്ട് അവിടെ ആയിരിക്കണം നമ്മൾ ടാർഗറ്റ് ആയിട്ട് വെക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മളെന്താണ് സിക്സാഗ് രീതിയിൽ വരച്ചു പഠിച്ചു. ഇനി റിയൽ ആയിട്ട് നിങ്ങൾ നോക്കിയാൽ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ നമ്മളുടെ FEGയിലായിരിക്കണം. നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള FEG. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും കൂടി ആയിരിക്കണം നമ്മളുടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലോയുടെ താഴെ. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഏതായിരിക്കണം? നെക്സ്റ്റ് റേഞ്ച് മുകളിലേക്കുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ രീതിയിൽ നോക്കിയാൽ എന്താണ്? നോക്കൂ നിങ്ങൾ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് വന്നു, സ്ട്രക്ചർ ബ്രേക്ക് വന്നു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ദർ ഈസ് എ ഇംബാലൻസ് ഫോം ആയി. നമ്മൾ ഈ ഒരു സ്വിംഗ് ലോ ടു ഈ ഒരു സ്വിംഗ് ഹൈ നമ്മൾ ഫിബ് വെച്ച് കഴിഞ്ഞാൽ 50% അറൗണ്ട് ഇവിടെ ആയിട്ട് വരും. പ്രീമിയം ഡിസ്കൗണ്ട് നമ്മളുടെ FEG വരുന്ന ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്? പ്രൈസ് FEGയിൽ മിറ്റിഗേറ്റ് ചെയ്തു. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ഹിയർ. ഓക്കെ, റൈറ്റ് ഹിയർ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഇതാണെങ്കിലും നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കണം. കാരണം എന്താണ്? 1 2 റിലേറ്റീവ് ഈക്വൽ ഹൈസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ ഈ ഒരു എൻട്രി ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കണം? നമ്മുടെ എൻട്രി റൈറ്റ് ഹിയർ. FEG ആണെങ്കിൽ FEG എന്നായിരിക്കണം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് റൈറ്റ് ഹിയർ. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോയുടെ താഴെ ആയിരിക്കണം നമ്മളുടെ എന്ത് വരേണ്ടത്? നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. അതുപോലെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അല്ലെങ്കിൽ റീസെന്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി എവിടെയായിരിക്കണം? അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ A+ സെറ്റപ്പിൽ നമ്മൾ ബുള്ളിഷ് സെനാരിയോയിൽ FEG മോഡലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിനെ കുറച്ചുകൂടി നമ്മൾ സ്ട്രോങ്ങർ ആക്കാൻ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ ചാർട്ട് ത്രൂ നമ്മൾ നോക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ നമുക്ക് സെറ്റപ്പിൽ ബുള്ളിഷ് സെനാരിയോയിൽ ഒരു മോഡൽ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് FEG മോഡലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡർ ബ്ലോക്കും വന്നിട്ടുണ്ട്, FEG വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സെർട്ടൺ ക്രൈറ്റീരിയാസ് നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ആദ്യം ഈ ഒരു സെറ്റപ്പിൽ ലിക്വിഡിറ്റി സ്വീപ്പ് നോക്കിയാൽ നമുക്ക് എന്താണ്? ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് കാണാം. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? സ്ട്രക്ചർ ബ്രേക്ക് ആണ് വേണ്ടത്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ഈ ഒരു ടേം ഹൈ നോക്ക് നിങ്ങൾ, ഡൊമിനൻസിയോട് കൂടിയിട്ട് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഡൊമിനൻസിയോട് കൂടി സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുണ്ട്. നോക്കൂ, അതിനുശേഷം എന്താണ്? മുകളിൽ നമുക്ക് കുറച്ചുകൂടി കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ മുകളിലെ ഹൈ കൂടി നമുക്ക് എന്താണ്? നല്ല ഡൊമിനൻസിയോട് കൂടിയിട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കുറച്ചുകൂടി വാലിഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഗെയിൻ ഒരു സ്ട്രക്ചർ ബ്രേക്ക് നല്ല ഇമ്പൾസീവിനോട് അതായത് നമുക്ക് നല്ല ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കും നിങ്ങൾ, ഇതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രോങ് ക്യാൻഡിൽസ് ആണ്. ഓക്കെ, സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്കിത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗായിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ FEG വരുന്നത് ഏതാണ്? നമുക്ക് ഇവിടെ ഒരു FEG വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ FEG നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഇത് നമ്മൾക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു FEG ആണ്. ഇനി നമുക്ക് വരുന്ന ഓർഡർ ബ്ലോക്ക് ഏതാണ്? ഓർഡർ ബ്ലോക്ക് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നമ്മൾ സ്വീപ്ഡ് ക്യാൻഡിൽ, ലിക്വിഡിറ്റി സ്വീപ്ഡ് ആയിട്ടുള്ള ക്യാൻഡിലിനെ നമ്മളെന്താണ്? ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു.
ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡർ ബ്ലോക്കും കിട്ടി, FEGയും കിട്ടി. ഇതിൽ ഞാൻ നോക്കുന്നത് നമുക്ക് ഓർഡർ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെ ഉണ്ട്, FEG ഇവിടെ ഉണ്ട്. ഓക്കെ, ഇൻ കേസ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എൻട്രി എടുത്താലും FEG നമ്മൾ എൻട്രി എടുത്താലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഇവിടെയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ലോ കിട്ടിയിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ നമുക്ക് കൺഫേം ആണ്, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ബിക്കോസ് ഓഫ് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്കുകൾ സംഭവിച്ച സമയത്ത് ഇത് കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ഇത് സ്വിംഗ് ഹൈ കൺഫേം തന്നെയാണോ? പക്ഷെ എന്താ, ഇതിപ്പോൾ ഈ 5 മിനിറ്റിലാണ് നമ്മൾ ഈ ഒരു ഫോർമേഷൻ ചെയ്തതെങ്കിൽ 1 മിനിറ്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഇന്റേണൽ ആയിട്ട് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്വിംഗ് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ലെഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫിബ് ടൂൾ എടുക്കുന്നു. നമ്മൾ സ്വിംഗ് ഹൈ ടു സ്വിംഗ് ലോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രീമിയം അതുപോലെ ഡിസ്കൗണ്ട് ആണ്. ഇപ്പം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഈ 2 സോണും എവിടെയാണ്? ഡിസ്കൗണ്ടിലാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആ രീതിയിലായിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പം എൻട്രി എടുക്കുന്ന ഒരാൾ, അതായത് നമ്മൾ FEGന്ന് എൻട്രി എടുക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ്, ആസ് യൂഷ്വൽ പ്രൈസ് FEGയിൽ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്? നോർമലി ആ ഒരു ലിക്വിഡിറ്റിയുടെ താഴെയായിട്ട്. ഓക്കെ, ഞാൻ ഈ ഓർഡർ ബ്ലോക്ക് ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുന്നു. നമ്മൾ FEG ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് എന്താണ്, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്താണ്? പ്രൈസ് നമ്മളുടെ FEGയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് വെയിറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, ഓക്കെ, നോക്കൂ നിങ്ങൾ പ്രൈസ്. ഓക്കെ, ഞാൻ ഇതിനൊന്ന് മുകളിലേക്ക് വെക്കുന്നുണ്ട്. പ്രൈസ് എന്താണ്? സ്വിംഗ് ഹൈ സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്താണ്, ഇവിടെ പ്രൈസ് വീണ്ടും എന്ത് ചെയ്തു? റീട്രേസ് ബാക്ക്. പക്ഷെ എന്താണ്, മുകളിലേക്ക് പ്രൈസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് കഴിഞ്ഞില്ല. പ്രൈസ് വീണ്ടും താഴേക്ക് വന്നിട്ട് നോക്കൂ നിങ്ങൾക്ക്, നമുക്ക് ഇവിടെ ഇംബാലൻസിന്റെ മുകളിലായിട്ട് നമുക്ക് എന്താണ്, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ഈ ലിക്വിഡിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡ്യൂസിമെന്റ് ലിക്വിഡിറ്റി. ഓക്കെ, ഇൻഡ്യൂസിമെന്റ് ലിക്വിഡിറ്റി, അതായത് നമുക്കിവിടെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ലെഗിൽ നമുക്കൊരു FEGയും ഒരു ഓർഡർ ബ്ലോക്കും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അത് മിറ്റിഗേറ്റ് ചെയ്യാതെ നമുക്ക് എന്താണ്, ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡ്യൂസിമെന്റ് ലിക്വിഡിറ്റി. ഇതെന്താണ്, ഇതൊരു സ്മാർട്ട് മണി ട്രാപ്പാണ്. അതായത് പല ആളുകളും ഇതുപോലെ ഒരു സോണായിട്ട് കൺസിഡർ ചെയ്യും ഇതിനെ. ഓക്കെ, ഇത് ആക്ച്വലി എന്തിനാണ്? ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എഞ്ചിനീയർ ലിക്വിഡിറ്റി ചെയ്യലാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും എങ്ങനെയാണ്, നമ്മളൊരു ഡിസ്പ്ലേസ്മെന്റ് ലെഗിൽ FEGയോ ഓർഡർ ബ്ലോക്കോ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നൗ കറണ്ട് സെനാരിയോ എന്ന് പറയുന്നത് നമ്മൾ FEGയിൽ എത്തിയാലേ ട്രേഡ് എടുക്കൂ എന്നുള്ളതാണ്. അപ്പോൾ FEGയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കൂ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഡ്യൂസിമെന്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മളിത് ഡിലീറ്റ് ചെയ്യുന്നു. ഇൻഡ്യൂസിമെന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നോക്ക് നിങ്ങൾ, മുകളിൽ റിലേറ്റീവ് ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്ക് നിങ്ങൾ, റിലേറ്റീവ് ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, റിലേറ്റീവ് ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു ട്രാപ്പ് ആണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം എന്താണ്, ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യാതെ അതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് പോയിട്ട് ഇവിടെ എന്താണ്, ഇത് ബ്രേക്ക് ചെയ്യാതെ ഇവിടെ റിലേറ്റീവ് ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് താഴേക്ക് വരുന്നത് എങ്കിൽ എന്താണ്, നമ്മളുടെ ഇൻഡ്യൂസിമെന്റ് താഴെയുള്ള FEG മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മൾ നോക്കുന്നത് ലോങ് എൻട്രി ഇവിടെ നിന്ന് നമ്മളുടെ FEGയിൽ നിന്ന് നമ്മൾ ലോങ് എൻട്രി, അതുപോലെ തന്നെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ്, നമ്മളുടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോയുടെ താഴെ, അതുപോലെ തന്നെ എന്താണ്, അതുപോലെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആയിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ എന്താണ്, നമ്മൾ പ്രൈസ് നമ്മളുടെ ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് പകരം ഓക്കെ FEG മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്ക് നിങ്ങൾ, സ്വിംഗ് ഹൈ നമുക്ക് എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് തന്നു, സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് ലെഗ് തന്നു. ഓക്കെ, അതിനുശേഷം എന്താണ്, ഇവിടെ നമുക്ക് ആസ് യൂഷ്വൽ ഒരു അക്യുമുലേഷൻ ഇവിടെ ക്രിയേറ്റ് ആക്കി. അതിനുശേഷം പ്രൈസ് താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ലിക്വിഡിറ്റി, അതായത് ഇവിടെ എൻട്രി എടുത്ത ആളുകളെ സൈക്കോളജിക്കലി ട്രിഗർ ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് മുകളിലേക്ക് കയറി. ഓക്കെ, അപ്പോൾ ആളുകൾ വിചാരിക്കും എന്താണ്, ഇനി പ്രൈസ് താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്, നമുക്ക് പുതുതായിട്ട് ഒരു സോൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി എന്താണ്, ഇതൊരു SMT ആണ്. ഓക്കെ, അതായത് ഒരു സ്മാർട്ട് മണി ട്രാപ്പ് ആണ്. പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോയിട്ട് ഇത് ബ്രേക്ക് ചെയ്തില്ല. ബിക്കോസ് ഓഫ് ഇത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിലേറ്റീവ് ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ട്രാപ്പ് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ FEG മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് FEG എന്നായിരിക്കണം എൻട്രി.
സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ആയിരിക്കണം ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിൻ്റെ താഴെയായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഈക്വൽ ഹൈ. ഓക്കെ, ലിക്വിഡിറ്റി എവിടെയായിരിക്കും ഇനി ലിക്വിഡിറ്റി ഉള്ളത് റൈറ്റ് ഹിയർ. അതുകൊണ്ട് തന്നെ FEG മോഡലിൽ നമ്മൾ എൻട്രി എടുക്കേണ്ടത് ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു FEG എന്ന ടാർഗറ്റ് എൻട്രി എടുക്കുന്നു. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും വരേണ്ടത് എവിടെയായിരിക്കണം? നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും വരേണ്ടത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ലോഡ് താഴെയും. അതുപോലെ നമ്മളുടെ ടാർഗറ്റ് വരേണ്ടത് എപ്പോഴും എവിടെയാണ്? നമ്മളുടെ ടാർഗറ്റ് എപ്പോഴും വരേണ്ടത് നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ് അവിടെ ആയിരിക്കണം നമ്മളുടെ നെക്സ്റ്റ് ടാർഗറ്റ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സെറ്റപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ ആ ഒരു ചാർട്ട് എക്സാമ്പിളിൽ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമുക്ക് ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ലെഗിൽ നമുക്ക് FEG വന്നിട്ടുണ്ട്, ഓർഡർ ബ്ലോക്ക് വന്നിട്ടുണ്ട്. പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തത് എന്താണ്? പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തത് FEG ആണ്. ഓർഡർ ബ്ലോക്ക് അവിടെ സ്റ്റിൽ റിമെയിൻസ് തന്നെയാണ്. FEG ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് പോയത്. ആ ടേക്ക് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റന്റിൽ നടന്ന ക്രിയേഷൻസ് എന്തൊക്കെയാണ്? അവിടെ നടന്ന ക്രിയേഷൻസ് എന്ന് പറയുന്നത് മുകളിൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ആണ് താഴെ ഇൻഡ്യൂസിമെന്റ് ലിക്വിഡിറ്റി, അതായത് എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് പ്രൈസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്താണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ എന്താണ് OB സെറ്റപ്പ്, നമുക്ക് A+ സെറ്റപ്പിൽ ബുള്ളി സെനാരിയോയിൽ OB മോഡൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മോഡൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓർഡർ ബ്ലോക്കിൻ്റെ സർട്ടൻ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? അതുപോലെ തന്നെ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്കോ സ്ട്രക്ചർ ഷിഫ്റ്റോ നമുക്ക് എന്തോടുകൂടി വേണം? ബോഡി ക്ലോസോടുകൂടി വേണം. ഓക്കെ, അതാണ് സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഡിസ്പ്ലേസ്മെന്റ് ലെഗ് എന്ന് പറയുമ്പോൾ എന്താണ്? മാനിപ്പുലേഷന് ശേഷം റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹൈ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യുന്നത് ഷാർപ്പ്ലി ആയിരിക്കണം. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് എന്ന് പറയുന്നത്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിലായിരിക്കണം നമ്മളുടെ ഡിസ്കൗണ്ടഡ് OB എന്ന് പറയുന്ന സമയത്ത് എന്താണ്? നമ്മളുടെ സ്വിങ് ഹൈ ടു സ്വിങ് ലോ ഫിബ് വെച്ച് കഴിഞ്ഞാൽ 50% താഴെ ആയിരിക്കണം നമുക്ക് എന്ത് വരേണ്ടത്? നമ്മളുടെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള OB വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മളുടെ എൻട്രി വരേണ്ടത് എപ്പോഴും വഴിയായിരിക്കണം നമ്മൾ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള നമ്മളുടെ എക്സ്ട്രീം OB എന്നായിരിക്കണം നമ്മളുടെ എൻട്രി വരേണ്ടത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോ ഏതാണ് അതിൻ്റെ താഴെയായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. അതുപോലെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി, അതായത് നമ്മളുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഇമേജിൽ നോക്കിയാൽ നമുക്ക് എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം എന്താണ്? പ്രൈസ് വീണ്ടും ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി നമ്മളുടെ റീസെൻ്റ് ആയിട്ട് മുകളിലുള്ള സ്ട്രക്ചർ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വിത്ത് ക്യാൻഡിൽ ക്ലോസോട് കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് നോക്കും നിങ്ങൾ. ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ടഡ് OB ആണ് ഇത്. ഓക്കെ, ഡിസ്കൗണ്ടഡ് OB ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ഇവിടെ ഒരു എന്താണ് FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ FEG കൂടാതെ തന്നെ ഇത് എന്തുകൂടിയാണ്? ദർ ഈസ് എ BPR റൈറ്റ് ഹിയർ. അതായത് നോക്ക് നിങ്ങൾ, ഇവിടെ ബെയറിഷ് ആയിട്ടൊരു ഇംബാലൻസ് വന്നിട്ടുണ്ട്, ഇവിടെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചാണ്. നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എൻട്രി എപ്പോഴും എവിടെയായിരിക്കണം വരേണ്ടത്? നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ആ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കണം നമ്മളുടെ എൻട്രി. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിൻ്റെ താഴെ. അതുപോലെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആയിട്ടുള്ള എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ടാർഗറ്റ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾക്ക് PDRIs നോട്ട് ചെയ്യാം. അതുപോലെ ഈക്വൽ ഹൈസ്, അതുപോലെ തന്നെ ഈക്വൽ ലോസ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ടാർഗറ്റ് നിങ്ങൾ 1:2 1:3 അതൊക്കെ പാലിച്ചോളൂ. എന്നിരുന്നാൽ പോലും എന്താണ് ലിക്വിഡിറ്റി ബേസ്ഡ് ആയിട്ടായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ കൂടി മനസ്സിലാക്കി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ സെറ്റപ്പിൽ ബുള്ളിഷ് സെനാരിയോയിൽ ഓർഡർ ബ്ലോക്ക് മോഡൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ കാണുന്ന പോലെ നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. അത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളുടെ ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്താണ് നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് വേണം. ഓക്കെ, നോക്കുകയാണെങ്കിൽ എന്താണ് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസോട് കൂടി കിട്ടി. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് അല്ലേ? നോക്കൂ നിങ്ങൾ, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് അഗ്രസീവായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവ് എന്നുള്ള രീതിയിൽ മറുബോസോ ക്യാൻഡിൽസോട് കൂടി പോയിട്ടുണ്ട്. നമുക്കിവിടെ FEG കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ലോ എന്ന് പറയുന്നത് ഏതായിരിക്കണം? ഇതായിരിക്കണം നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈ കിട്ടുന്നത് എപ്പോഴായിരിക്കണം? നമുക്ക് പ്രൈസ് ഒരു ഷോർട്ട് ടൈം ആയിട്ട് പ്രൈസ് ഒരു ബ്രേക്ക് തരുന്ന സമയത്തായിരിക്കണം നമുക്ക് ഇവിടെ ഒരു ഇവിടെ നമുക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈ കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈക്കായിട്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ എന്താണ് പ്രൈസ്? എന്താണ് പ്രൈസ്? ഒരു സ്ട്രക്ചർ ബ്രേക്ക്, ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ബ്രേക്ക് പ്രൈസ് താഴേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈ റൈറ്റ് ഹിയർ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈ ഹിയർ. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് കിട്ടി, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ് കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് കിട്ടി. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ FEG ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഡിസ്കൗണ്ടഡ് OB ആണ്. ഓക്കെ, ഡിസ്കൗണ്ടഡ് OB നോക്കുന്ന സമയത്ത് എന്താണ്? ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഓൾറെഡി അറിയാം ഇത് ഡിസ്കൗണ്ടിലാണ് നമുക്ക് OB എന്നത്. എന്നിരുന്നാലും നമ്മളെന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈ നമ്മൾ ഫിബ് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് വരുന്നത് എവിടെയാണ്? ഡിസ്കൗണ്ടിൽ തന്നെയാണ്, അതായത് നമ്മളുടെ ഇക്വിലിബ്രിയത്തിൻ്റെ താഴെ ഡിസ്കൗണ്ടിൽ. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? നമ്മളുടെ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലാണ് ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നതെങ്കിൽ എന്താണ്? നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നിങ്ങൾ നോക്കൂ, റിസ്ക് ടു റിവാർഡ് കൂടും. ഓക്കെ, അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിൽ ഏതാണ്? ലാസ്റ്റ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അതുകൊണ്ട് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ആക്ച്വലി എൻ്റെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഓക്കെ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ഒരു എൻട്രി ഞാൻ ഇനീഷ്യേറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ? നമ്മൾ ഓർഡർ ബ്ലോക്കിലേക്ക് എൻട്രി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കിയാൽ എന്താണ്? നമുക്ക് പ്രൈസ് എന്താണ് റീട്രേസ് ചെയ്തുകൊണ്ട് പ്രൈസ് എന്ത് ചെയ്തു? താഴേക്ക് വരുന്ന സമയത്ത് എഗെയിൻ എന്താണ്? പ്രൈസ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഒരുപാട് ഇൻഡ്യൂസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അതിനുശേഷം നാളെ ഇൻഡ്യൂസ്മെൻറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ട് പ്രൈസ് എന്താണ്? ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തോ? ഇല്ല, ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എൻട്രി വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ഹൈ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും എടുക്കുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിലാണ്. കാരണം ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിലിനെ ഓർഡർ ബ്ലോക്ക് ആക്കി മാറ്റുമ്പോഴേ എനിക്ക് എൻ്റെ റിസ്ക് റിവാർഡ് മാച്ച് ആവൂ, ഹയർ റിസ്ക് റിവാർഡ് എനിക്ക് പോസിബിൾ ആവൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇതും എൻ്റെ എന്താണ് ഒരു ഇൻഡ്യൂസിമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്കിൻ്റെയോ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മുകളിൽ ഇൻഡ്യൂസിമെൻറ്റ് വരുന്ന സമയത്ത് എന്ത് മനസ്സിലാക്കണം? അവിടെ നമുക്ക് എൻട്രി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈസ്? ഇപ്പം നിങ്ങൾ നോക്കും, മുകളിൽ പ്രൈസ് ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുകളിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കും നിങ്ങൾ. ഓക്കെ, റിലേറ്റീവ് ഈക്വൽ ഹൈസ് ഇവിടെ മാർക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ മെയിൻലി നോക്കിയാൽ എന്താണ്? നമുക്ക് എല്ലാ സെറ്റപ്പും വന്നു, നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു. ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് മുന്നേ പ്രൈസ് എന്താണ് അഗ്രസീവായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്കും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഒരുപാട് പേര് ഇത് എന്തായിട്ടും കൺസിഡർ ചെയ്യും? ഇതൊരു ന്യൂ OB ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ന്യൂ OB ആയിട്ട് കൺസിഡർ ചെയ്യും. ആക്ച്വലി ഇതെന്താണ്? ഇറ്റ്സ് എ SMT, സ്മാർട്ട് മണി ട്രാപ്പാണ്. ആളുകൾ എന്താ വിചാരിക്കുക? ഇവിടുന്ന് പ്രൈസ് റിവേഴ്സ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകും. ആക്ച്വലി ഓർഡർ ബ്ലോക്കിനെ തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്ത ഒരു എഞ്ചിനീയർ ലിക്വിഡിറ്റി ആയിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും എന്താണ്? നമ്മളൊരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കുമെന്ന് വെച്ചാൽ ആ ഓർഡർ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എടുക്കാവൂ. അതിന് മുന്നേ പ്രൈസ് പോവുകയാണെങ്കിൽ പോട്ടെ, ഇനി വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അതായിരിക്കണം ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ എൻട്രി ആക്ച്വലി എവിടെയായിരിക്കണം? പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ട്രാപ്പ് OBയിൽ നിന്നാവരുത്. നമ്മളുടെ OB എന്ന് പറയുന്നത് നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത OBയിലായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിലിൻ്റെ താഴെയായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആയിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു? പ്രൈസ് നമ്മളുടെ ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്ത് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രാപ്പ് OB മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് റിയാക്ഷൻ തന്നു, നമ്മളുടെ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നായിരിക്കണം എൻട്രി. നമ്മൾ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ലോ ഏതാണ് അതിൻ്റെ താഴെയായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള റിസ്ക് റിവാർഡോട് കൂടിയിട്ട് നമ്മൾ ലിക്വിഡിറ്റി ബേസ്ഡ് ആയിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയേണ്ടത്. അങ്ങനെ നമ്മൾ എ സെറ്റപ്പ് ബുള്ളിഷ് സെനാരിയോയിൽ ഒ ബി ആയിട്ടും എഫ് ഇ ജി ആയിട്ടും നമ്മൾ മോഡൽസ് പറഞ്ഞു. ഇനി എന്താണ് ഈ മോഡൽസ് എ സെറ്റപ്പിൽ നിന്ന് എ പ്ലസ് സെറ്റപ്പ് ആവാൻ ഒരു കാര്യം മതി. എന്താണ് ആ ഒരു കാര്യം? ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെന്താണ് നമ്മളുടെ എഫ് ഇ ജി മോഡൽ പറഞ്ഞത്. നമ്മൾ ബുള്ളിഷ് സെനാരിയോയിൽ നമ്മളുടെ എഫ് ഇ ജി മോഡൽ എങ്ങനെ വരണം? ഇതുപോലെയാണ് വരേണ്ടത്. ഈ എഫ് ഇ ജി മോഡലിനെ നമ്മൾ പറയുന്നത് എ എന്നാണ്, എ സെറ്റപ്പ് എന്നാണ്. ഇത് എ പ്ലസ് സെറ്റപ്പ് ആവണമെങ്കിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? എ പ്ലസ് സെറ്റപ്പ് ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ മിറ്റിഗേഷൻ ഇവിടെ നടന്നിരിക്കണം. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു കീ ലെവൽ, ഓക്കെ, ഒരു കീ ലെവൽ. ഈ കീ ലെവൽ എന്താവാം? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, ഒരു ബോർഡർ ബ്ലോക്ക് ആവാം, ഒരു സപ്ലൈ ആവാം, സപ്ലൈ ആവില്ല, ഡിമാൻഡ് ആവാം, എന്തും ആവാം. അല്ലെങ്കിൽ എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആവാം. ഇത് മിറ്റിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം സോൺ മിറ്റിഗേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഒരു എ സെറ്റപ്പ് ഫോം ചെയ്യുന്നതെങ്കിൽ ആ സെറ്റപ്പിനെ നമ്മൾ എ പ്ലസ് സെറ്റപ്പ് എന്ന് പറയും. ഓക്കെ, എ സെറ്റപ്പ് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈ സ്ട്രക്ചർ ബ്രേക്ക് എപ്പോഴും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ആവാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് സെറ്റപ്പ് പറഞ്ഞ പോലെ ഓർഡർ ബ്ലോക്ക് സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു എ സെറ്റപ്പാണ്. ഈ ഒരു എ സെറ്റപ്പ് എ പ്ലസ് സെറ്റപ്പ് ആവാൻ ആകെ എന്താണ് ഒരു ഹയർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോൺ മിറ്റിഗേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എ പ്ലസ് സെറ്റപ്പിൻ്റെ ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കിയാൽ എന്താണ്? ഇവിടെ നോക്കുക നിങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ മിറ്റിഗേഷൻ ആദ്യം നടക്കണം. ഇമ്പോർട്ടൻറ്റ് കീ ലെവൽ എന്താവാം? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ ആവാം, ഒരു ഓർഡർ ബ്ലോക്ക് ആവാം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, എനി പി ഡി ആർ എസ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ എന്താവാം? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ആവാം. ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അതായത് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്ത് ബാക്കിയുള്ളതെല്ലാം ഒരുപോലെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു എ സെറ്റപ്പ് ഒരു എ പ്ലസ് സെറ്റപ്പ് ആവുന്നത് എങ്ങനെയാണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ മിറ്റിഗേഷൻ നടക്കുമ്പോഴാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്? ഒരു എ സെറ്റപ്പ് എ പ്ലസ് സെറ്റപ്പ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കീ ലെവൽ എന്താണ്? ഒരു ഇമ്പോർട്ടൻറ്റ് കീ ലെവൽ എന്താണ്? ഇപ്പം നിങ്ങൾ നോക്കിയാൽ എന്താണ് ഇവിടെ നമ്മൾ ആ ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് സെറ്റപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് കീ ലെവൽ വന്നിട്ടുണ്ട്. ഈ കീ ലെവൽ എന്താവാം? നോക്ക് നിങ്ങൾ, ഒരു ഇമ്പോർട്ടൻറ്റ് പി ഡി ആർ എ ആവാം, അതായത് ഒരു ബുള്ളിഷ് ഒ ബി ആവാം, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എഫ് ഇ ജി ആവാം. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇതുപോലൊരു പാറ്റേൺ വരുന്നതെങ്കിൽ ഇതിനെ എ പ്ലസ് സെറ്റപ്പ് എന്ന് പറയും. ഇൻ കേസ് നിങ്ങൾ ഇവിടെ ഒരു കീ ലെവൽ ഇല്ല എങ്കിൽ ഇതെന്തായിരിക്കും? ഇതൊരു എ സെറ്റപ്പ് മാത്രമായിരിക്കും. ഓക്കെ, അതുപോലെ എന്താണ് ഇത് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ചില സമയത്ത് എന്തായിരിക്കാം? ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെയിം ഒ ബി സെറ്റപ്പ് എന്തായിരിക്കാം? ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹയർ ടൈം ഫ്രെയിം സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടും പ്രൈസ് മുകളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു എ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ക്രൈറ്റീരിയാസ് എല്ലാം മാച്ച് ചെയ്യണം. ഓക്കെ, അതുപോലെ ഒരു എ സെറ്റപ്പ് എ പ്ലസ് സെറ്റപ്പ് ആകുമ്പോൾ ഒരു കാര്യം നോക്കിയാൽ മതി, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഒരു കീ ലെവൽ, ആ കീ ലെവൽ പി ഡി ആർ എസ് ആവാം, അതായത് ബുള്ളിഷ് ഓബി ആവാം, ബുള്ളിഷ് ഓബി ആവാം. നമ്മളിവിടെ ബുള്ളിഷ് സെനാരിയോ അല്ല പറയുന്നത്, അതുകൊണ്ട് ബുള്ളിഷ് ഓബി ആവാം, ബുള്ളിഷ് എഫ് ഇ ജി ആവാം, ബുള്ളിഷ് പി ഡി ആർ എസ് ഏതുമാവാം. അതുപോലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഹയർ ടൈം ഫ്രെയിമിലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്കൊരു എ സെറ്റപ്പ് തരികയാണെങ്കിൽ ആ സെറ്റപ്പിന് എ സെറ്റപ്പ് എന്നല്ല നമ്മൾ വിളിക്കുക, എ പ്ലസ് സെറ്റപ്പാണ്. ഓക്കെ, അത് എ സെറ്റപ്പിനേക്കാൾ കുറച്ചുകൂടി പ്രോബബിലിറ്റി കൂടിയതാണ്. കാരണം എന്താണ്? ഹയർ ടൈം ഫ്രെയിമിൽ മിറ്റിഗേഷൻ കൂടി അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബുള്ളിഷ് സെറ്റപ്പ് കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്കൊരു എഫ് ഇ ജി എൻട്രി വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമുക്ക് എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റപ്പും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കൂ, താഴെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. ഇതെന്താണ്? ബെയറിഷ് സെറ്റപ്പിൽ നമുക്ക് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ ലോ തന്നെയായിരിക്കും, അതുപോലെ ഈ ലോ തന്നെയായിരിക്കും.
അതായത് നമ്മൾ എഫ് ഇ ജിയിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് ഈ ഒരു ലോ ആയിരിക്കും. ഓർഡർ ബ്ലോക്കിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിലും ഈ ഒരു ലോ തന്നെയായിരിക്കും എൻട്രി. അപ്പോൾ എന്താണ്, എൻട്രീസ് തമ്മിലേ മാറ്റം വരുന്നുള്ളൂ. സ്റ്റോപ്പ് ലോസ് പോയിന്റ് എപ്പോഴും എങ്ങനെയാണ്, റിമെയിൻസ് ദ സെയിം ആണ്. അതായത് സെക്യൂർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോയുടെ താഴെയാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ എന്താണ്, നമ്മളുടെ എഫ് ഇ ജിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഈ ഒരു ലെവലിൽ നമ്മളുടെ റിസ്ക് വരും. ഈ റിസ്ക് എന്ന് പറയുന്നത് എസ് എൽ പോയിന്റ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നോക്കും നിങ്ങൾ, ഓർഡർ ബ്ലോക്കിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മുടെ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതായത് ഒ ബിയിൽ നിന്ന് എടുക്കുന്ന കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ റിസ്ക് കുറവായിരിക്കും. ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് ടേം ചെയ്യുന്നത് എസ് എൽ പോയിന്റ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ നമ്മൾ എഫ് ഇ ജി ആയിട്ട് നോക്കുന്ന സമയത്ത് എൻട്രി പ്രോബബിലിറ്റി വളരെ ഹൈ ആയിരിക്കും. കാരണം എന്താണ്, നമുക്ക് എൻട്രി കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം എന്താണ്, നമ്മൾ കുറച്ചുകൂടി ഹയർ ലെവലിൽ നിന്നാണ് എടുക്കുന്നത്, അതായത് കുറച്ചുകൂടി മുകളിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഹൈ ആയിരിക്കും. അതുപോലെ എന്താണ്, റിസ്ക് ഹൈ ആയിരിക്കും. ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് എന്ന് പറഞ്ഞാൽ എസ് എൽ പോയിന്റ് ആണ്. എസ് എൽ പോയിന്റ് കുറച്ചുകൂടി ഹയർ ആയിരിക്കും. അതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റിയതാണ്. അല്ലെങ്കിൽ എന്താണ്, കുറച്ചുകൂടി കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും എഫ് ഇ ജിയിൽ നിന്ന് എൻട്രി എടുക്കുന്നത്. അതുപോലെ എഫ് ഇ ജിയിൽ നിന്ന് എൻട്രി എടുക്കുന്നത് എപ്പോഴെങ്ങനെയായിരിക്കണം, നമുക്ക് തറവായിട്ട് കൺഫേം ആയിരിക്കണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് ഒരു എ പ്ലസ് സെറ്റപ്പോ അല്ലെങ്കിൽ ഒരു എ സെറ്റപ്പോ ആണെന്ന് നിങ്ങൾക്ക് ഷുവറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എഫ് ഇ ജിയിൽ നിന്ന് എൻട്രി എടുക്കാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അതുപോലെ നമ്മൾ എന്താണ്, ഇനി ഓർഡർ ബ്ലോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ റിസ്ക് എന്ന് പറയുന്നത് എൻട്രി പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ലോ ആണ്. ലോ മീൻസ് എന്താണ്, ചില സമയത്ത് നമുക്ക് എൻട്രി കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. കാരണം ഓർഡർ ബ്ലോക്കിന്റെ തൊട്ട് മുകളിൽ എഫ് ഇ ജി ഉണ്ട്. എഫ് ഇ ജി ടേക്ക് ഔട്ട് ചെയ്ത് ചിലപ്പം പ്രൈസ് മുകളിലേക്ക് പോവാം, ഓർഡർ ബ്ലോക്കിലേക്ക് വരണമെന്നില്ല. ഓക്കെ, പക്ഷെ എന്താണ്, റിസ്ക് ലോ ആണ്. അതായത് നമ്മൾ കമ്പാരിറ്റീവ്ലി എഫ് ഇ ജി വെച്ച് നോക്കുന്ന സമയത്ത് എസ് എൽ പോയിന്റ് കുറവായിരിക്കും. അതുപോലെ കുറച്ചുകൂടി കൺഫോർമേറ്റീവ് നേച്ചർ ആയിട്ട് ആളുകൾക്ക് പറ്റിയതാണ് എന്ത്, ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നതും എഫ് ഇ ജി എന്ന് പറയുന്നതും രണ്ടും ഒരു ഡിസ്പ്ലേസ്മെന്റ് ലെഗിൽ നമുക്ക് കിട്ടുന്നതാണ്. എഫ് ഇ ജി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഏർലിയർ ആയിട്ട് ചെയ്യുന്നു. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രീം ലെവലിലേക്ക് വന്ന് എൻട്രി എടുക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം ലെവലിലേക്ക് വരണം എന്നില്ല. ഓക്കെ, അപ്പോൾ എഫ് ഇ ജി എന്നാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ എൻട്രി കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓർഡർ ബ്ലോക്കിലേക്ക് വരികയാണെങ്കിലും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ സം ടൈംസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ നമ്മൾ എ സെറ്റപ്പ് ബുള്ളിഷിൽ ഓർഡർ ബ്ലോക്കും എഫ് ഇ ജി നമ്മൾ ഇത്രയും നേരം എടുത്തുകൊണ്ട് പറഞ്ഞു. ഇനി നമ്മൾ ബെയറിഷ് സെറ്റപ്പ് മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കാരണം ഇതിൻ്റെ ആ ബുള്ളിഷിൻ്റെ വൈസ് വേഴ്സ് തന്നെ നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മൾ എഫ് ഇ ജി മോഡലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് എന്താണ്, നമുക്ക് ഒരു എഫ് ഇ ജി മോഡൽ വരേണ്ടത് എപ്പോഴും എങ്ങനെയാണ്, നമുക്ക് ഇവിടെ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് വേണം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ്. അതുപോലെ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്. നോക്കൂ നിങ്ങൾ, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസോട് കൂടി കിട്ടണം. ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് വേണം. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ്, നമുക്ക് സ്ട്രോങ്ങർ ആയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് വേണം. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിലാണ് നമ്മളുടെ പ്രീമിയം എഫ് ഇ ജി നമ്മൾ നോക്കണം. നിങ്ങൾ നോക്കൂ, നമ്മൾ ബെയറിഷ് ആണ്, അതുകൊണ്ട് നമ്മൾ പ്രീമിയംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ബുള്ളിഷ് ആകുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട്സും, നമ്മൾ ബെയറിഷ് ആവുന്ന സമയത്ത് നമ്മൾ പ്രീമിയംസുമാണ്. കാരണം എന്താണ്, നമ്മൾ ഡിസ്കൗണ്ടിൽ നിന്ന് വാങ്ങിയിട്ട് വിൽക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് ഹയർ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കിട്ടുന്നത്. അതുപോലെ നമ്മൾ ബെയറിഷ് ആവുന്ന സമയത്ത് എന്താണ്, നമ്മൾ പ്രീമിയത്തിൽ നിന്നായിരിക്കണം നമ്മളുടെ എൻട്രീസും എക്സിക്യൂഷൻസും എല്ലാം വരേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, നമുക്ക് എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് വന്നിട്ടുണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ പ്രീമിയം എഫ് ഇ ജി എന്നായിരിക്കണം നമ്മളുടെ എൻട്രി. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ആയിരിക്കണം, നമ്മളുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കണം. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഏരിയയുടെ ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് പ്രീമിയംഡ് ആയിട്ടുള്ള എഫ് ഇ ജി എന്നായിരിക്കണം നമ്മളുടെ എൻട്രി വരേണ്ടത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്താൽ ആ ഒരു ഹൈയിൽ നിന്ന് ആയിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി അല്ലെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഏതാണ്, അതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർട്ട് ത്രൂ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ എൻട്രി വന്നത് എവിടെയാണ്, നമ്മളുടെ എൻട്രി വന്നിട്ടുള്ളത് എഫ് ഇ ജിയിൽ നിന്നാണ്. ഓക്കെ, ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് തന്നെ ഇല്ല.
ഓക്കെ. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കണം വരേണ്ടത്? നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് നമ്മളുടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഹൈയുടെ മുകളിലായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. നമ്മളുടെ ടാർഗറ്റ് വരേണ്ടത് എന്താണ്? നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ് അവിടെയായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് വരേണ്ടത്. ഓക്കെ. അപ്പം ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസ് കൂടി നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ സെറ്റപ്പ് നമ്മൾ ബെയറിഡ് സെനാരിയോയിൽ നമ്മൾ FEG മോഡൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ ഈ ഒരു ചാർട്ട് എക്സാമ്പിളിൽ നോക്കുക. നിങ്ങൾ ഈ ചാർട്ട് എക്സാമ്പിളിൽ നമ്മളുടെ ഓരോ ക്രൈറ്റീരിയാസ് നമ്മൾ മാച്ച് ചെയ്ത് നോക്കുകയാണ്. അതായത് നമ്മളുടെ ലിക്വിഡിറ്റി സ്വീപ്പ് നോക്കിയാൽ എന്താണ്, ഇവിടെയുള്ള മുഴുവനായിട്ടുള്ള ലിക്വിഡിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്ഡ്. ഓക്കെ, ഇതെന്താണ്? ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റിയാണ് സ്വീപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾ നോക്കൂ, എന്താണ് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തത്, നോക്കൂ, ഒരു അക്യുമുലേഷൻ ഫേസ് ആണ്. ഓക്കെ, ഒരു അക്യുമുലേഷൻ ഫേസ് ആണ് പ്രൈസ് സ്വീപ്പ് ചെയ്തിട്ടുള്ളത്. അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പൊസിഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്? അക്യുമുലേഷൻ ഫേസിലൂടെയാണ്, അല്ലെങ്കിൽ അവർ പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നത് അക്യുമുലേഷൻ ഫേസിലൂടെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അക്യുമുലേഷൻ ഫേസിന് ശേഷം എന്താണ്, പ്രൈസ് അത് ടേക്ക് ഔട്ട് ചെയ്ത് സഡൻ ആയിട്ട് എന്ത് ചെയ്തു? പ്രൈസ് താഴേക്ക് ഫോമായി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ സ്ട്രക്ചർ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കൂ, സ്ട്രക്ചർ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയാണ് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടുള്ളത്? ഇവിടെ വാലിഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് കാണുന്നില്ല. പക്ഷേ എന്താണ്, ഇപ്പം നമ്മൾ നോക്കുന്നത് 5 മിനിറ്റിലാണ്. ഇതിപ്പോൾ 5 മിനിറ്റ് ചാർട്ടാണ്. 3 മിനിറ്റ് നോക്കുമ്പോൾ എന്തായിരിക്കും? ഇൻറ്റേർണലി നമുക്ക് ഇവിടെ ആയിട്ട് എന്താണ്, അറൗണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് എന്താണ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് കാണാം. ഓക്കെ, ഇവിടെ ആയിട്ട് എന്താണ്, നമ്മൾ സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് കാണാം. ഇപ്പോൾ നിങ്ങൾ നോക്കണ ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മളുടെ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കറക്റ്റായിട്ട് കാണാം. ഓക്കെ, അതായത് എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിംഗ് ഇൻറ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻറ്റൻറ്റ് സെല്ലിംഗ് ആണെങ്കിൽ അവർ സെൽ പൊസിഷൻസ് അക്യുമുലേഷൻ ഫോമിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്യും. അതിനുശേഷം എന്താണ്, പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നത് പോലെ കാണിച്ചിട്ട് എന്ത് ചെയ്യും? പ്രൈസ് മുകളിലേക്ക് ബ്രേക്ക് ആവുന്ന സമയത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത്? ബോക്സ് തിയറി പ്രകാരമൊക്കെ എന്താണ്, ഈ ഒരു താഴെ ലിക്വിഡിറ്റി, ഓക്കെ, താഴെ എന്തായിരിക്കും? സ്ട്രോങ് ലിക്വിഡിറ്റി ഫോം ആയിരിക്കും. കാരണം മുകളിലേക്ക് എൻട്രി എടുക്കുന്ന ഒരുപാട് ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഏത് ഭാഗത്തുണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതുപോലെ ഒരു അക്യുമുലേഷൻ ഫേസ് വന്നാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ഇവിടെ ബൈ ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ക്യാൻഡിൽ ക്ലോസോട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അവിടെ 1 കൺഫർമേഷൻ, ഡബിൾ കൺഫർമേഷൻ, ട്രിപ്പിൾ കൺഫർമേഷൻ ആണ്. അതുകൊണ്ട് എന്താണ്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, ഇവിടെ എൻട്രി എടുക്കുന്ന ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള പോസിബിലിറ്റി ഏതൊക്കെ ഏരിയ ആണ്? അവിടെയൊക്കെ നമ്മളുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റി ടാർഗറ്റ് വെക്കാം, ഇവിടെ ലിക്വിഡിറ്റി വെക്കാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസസ് വെക്കാം. ഓക്കെ, നോക്കൂ, നിങ്ങൾ ഇവിടെ നിന്ന് എൻട്രി എടുത്ത് പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേസ്മെന്റ് വരുന്ന സമയത്ത് എന്താണ്, സൈക്കോളജിക്കലി അവരെല്ലാം എഫക്റ്റ് ആവും, അവിടെ മാർക്കറ്റിൽ ഫിയർ ജനറേറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ലിക്വിഡിറ്റി സ്വീപ്പും സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം നമുക്ക് എന്താണ്, ദർ ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ലെഗ് കിട്ടിയിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ലെഗ് ഹൈ, ഡിസ്പ്ലേസ്മെന്റ് ലെഗ് ലോ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ലെഗ് ലോ എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്, പ്രൈസ് ഇവിടെ നിന്ന് ഒരു പോസ് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഹൈ, ഡിസ്പ്ലേസ്മെന്റ് ലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഹൈയും ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നതും നമ്മൾ ഫിബ് വെച്ച് നോക്കിയാൽ എന്താണ്, നമ്മളുടെ FEG അതുപോലെ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കണം വരേണ്ടത്? നമ്മളുടെ പ്രീമിയത്തിലായിരിക്കണം വരേണ്ടത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഏതാണ്, റൈറ്റ് ഹിയർ, ഇതാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രീമിയം ഓർഡർ ബ്ലോക്കാണ്. അതുപോലെ FEG നോക്കിയാൽ എന്താണ്, നമ്മളുടെ FEG റൈറ്റ് ഹിയർ. ഓക്കെ, പ്രീമിയത്തിൽ തന്നെയാണ് നമ്മളുടെ FEG എന്ന് പറയുന്നത്, നമ്മളുടെ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇത് എവിടേക്കായിരിക്കും കയറാൻ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്താണ് പോകുന്നതെന്ന്? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, നമ്മൾ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ത്രൂ നമ്മൾ എൻട്രി എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് എന്താക്കി എടുക്കാം, ഫെയർ വാല്യൂ ഗ്യാപ്പ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എൻട്രി എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോഡ് മുകളിൽ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇവിടെ നമുക്ക് ഹൈലി റിസ്ക് ആണ് കാണുന്നത്. അതായത് നമുക്ക് എന്താണ്, നമ്മളുടെ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ അക്യുമുലേഷൻ്റെ ലോ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു ലോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ഇവിടെ വെക്കുകയാണെങ്കിൽ നമ്മളുടെ റിസ്ക് റിവാർഡ് മാച്ച് ആവോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ എൻട്രി ഞാൻ പറഞ്ഞല്ലോ പ്രീമിയത്തിലേക്ക് വരണം. അപ്പോൾ FEG കൺസിഡർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒന്നെങ്കിൽ എന്താവണം, നമ്മളുടെ ഇക്വിലിബ്രിയത്തിൽ നിന്നാവണം എൻട്രി, അല്ലെങ്കിൽ എന്താണ്, നമ്മളുടെ FEGയുടെ മിഡിൽ പോയിന്റ്. ഓക്കെ, നമ്മളുടെ FEGയുടെ മിഡിൽ പോയിന്റ് ആയിട്ട്
ആ ഒരു ഏരിയ എന്നായിരിക്കണം നമ്മളുടെ എൻട്രി. അപ്പോൾ FEGയുടെ മിഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ്, അല്ലെങ്കിൽ FEGയുടെ മീനിലായിരിക്കണം നമ്മളുടെ എൻട്രി വരേണ്ടത്. ഓക്കെ, FEG വെച്ച് എൻട്രി എടുക്കുന്ന ഒരാളെ കാര്യം പറഞ്ഞത്. അതായത് ഇപ്പം ഞാൻ FEG വെച്ച് എൻട്രി എടുക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെയായിരിക്കണം, ഞാൻ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. എൻ്റെ സെറ്റപ്പ്, എൻ്റെ ഒരു എക്സംഷൻ പ്രകാരം പ്രൈസ് ഒബ്വിയസ്ലി പ്രൈസ് എന്ത് ചെയ്യണം, പ്രൈസ് ഈ ഒരു സെറ്റപ്പ് ഫോം ചെയ്ത് FEG മിറ്റിഗേറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതാണ് അവിടേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണെങ്കിൽ FEG ടേക്ക് ഔട്ട് അല്ലെങ്കിൽ FEG വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഒന്നെങ്കിൽ FEGയുടെ തൊട്ട് മുന്നിലായിട്ട് ഞാൻ എൻട്രി എടുക്കും, അല്ലെങ്കിൽ FEGയുടെ മിഡിൽ പോയിന്റ് ആയിട്ട്, അതായത് കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റിലായിരിക്കണം എൻ്റെ എൻട്രി. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ക്രിയേറ്റ് ചെയ്തും കൊണ്ട് എന്താണ് പ്രൈസ് നമ്മളുടെ എൻട്രി മിറ്റിഗേറ്റ് ചെയ്തിട്ട് പ്രൈസ് താഴേക്ക്. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ പ്രൈസ് ഓർഡർ ബ്ലോക്കിലേക്ക് വന്നിട്ടില്ല. നോക്കൂ നിങ്ങൾ, കറക്റ്റായിട്ട് FEG മിറ്റിഗേറ്റ് ഫില്ല് ചെയ്ത് പ്രൈസ് താഴേക്ക്. ഇവിടെ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റേ ചെയ്തില്ല. അതാണ് ചില കേസുകളിൽ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യാതെയും വരാം, ചില കേസുകളിൽ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തേ പോകൂ. ഓക്കെ, അങ്ങനെ നമ്മൾ എ സെറ്റപ്പ് ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിന് ശേഷം എ സെറ്റപ്പ് ബെയറിഷ് OB മോഡലാണ് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ബെയറിഷ് ആയിട്ട് നമുക്കൊരു ഓർഡർ ബ്ലോക്ക് സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഓർഡർ ബ്ലോക്ക് സെറ്റപ്പിൻ്റെ ക്രൈറ്റീരിയാസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ്. നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരു ബെയറിഷ് സെറ്റപ്പിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ ലിക്വിഡിറ്റി ആയിരിക്കണം, ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കണം. അതിനുശേഷം എന്താണ്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസോടുകൂടി സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്. ചില ആളുകൾ എന്താണ്, ഞാൻ പണ്ട് എന്താണ് പറഞ്ഞിരുന്നത്, ഞാൻ പറഞ്ഞിരുന്നു ബോഡി ക്ലോസ് ഇല്ലെങ്കിലും നമുക്ക് എന്താണ് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്ട്രക്ചർ ബ്രേക്ക് നമുക്ക് ബോഡി ക്ലോസോടുകൂടി കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ അവിടെ ആ ഒരു ഡൊമിനൻസി നമുക്ക് അവിടെ അഗ്രി ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എന്നാലും ചില സെർട്ടൺ കേസുകളിൽ നമ്മൾ വിക്ക് എന്ന് പറയും, വിക്കായിട്ട് ക്ലോസ് ചെയ്താലും നമുക്ക് എന്താണ് അത് ബോഡി ക്ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് നമ്മൾ ഇപ്പം നിൽക്കുന്ന ആ ഒരു ടൈം ഫ്രെയിം, നമ്മൾ ആ ടൈം ഫ്രെയിം ഒന്ന് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത്, അതായത് ഇപ്പം 5 മിനിറ്റിൽ നമുക്കൊരു വിക്ക് ക്ലോസ് ആണ് കിട്ടിയെങ്കിൽ ചില സമയത്ത് അത് 3 മിനിറ്റിലോ 1 മിനിറ്റിലോ നോക്കുമ്പോൾ അത് ബോഡി ക്ലോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് അത് നമ്മൾ ഏത് ടൈം ഫ്രെയിമിനെയാണോ വിശ്വസിക്കുന്നത് അത് നമുക്ക് തരുന്ന ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ്. പക്ഷേ എന്താണ്, നമുക്ക് ഒരു ബോഡി ക്ലോസ് കിട്ടുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ്, അവിടെ ഡൊമിനൻസിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ്, അതായത് മാനിപ്പുലേഷന് ശേഷം നമ്മുടെ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിലാണ് നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടുന്നത്. ആ ഓർഡർ ബ്ലോക്ക് എന്തായിരിക്കണം, ഒരു പ്രീമിയം ഓർഡർ ബ്ലോക്ക് ആയിരിക്കണം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി വരേണ്ടത് ഓർഡർ ബ്ലോക്കിലായിരിക്കണം. നമ്മളുടെ എൻട്രി വരേണ്ടത്, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കണം, നമ്മളുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത അല്ലെങ്കിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഹൈയുടെ മുകളിലായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. നമ്മളുടെ ടാർഗറ്റ് വരേണ്ടത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഏതാണ് ആ ഒരു ലോ തന്നെയായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് നമ്മളുടെ എൻട്രി വരേണ്ടത് എപ്പോഴും എന്താണ്, നമ്മളുടെ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിലായിരിക്കണം. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിൽ, ഇപ്പം നിങ്ങൾ നോക്കൂ, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്, ഒരു ബുളിഷ് ക്യാൻഡിലാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തത് ബെയറിഷ് ക്യാൻഡിലാണെങ്കിൽ അതായിരിക്കും നമ്മളുടെ. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഓർഡർ ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഓർഡർ ബ്ലോക്ക് റിസ്ക് റിവാർഡ് മാച്ച് ആയിരിക്കണം. റിസ്ക് റിവാർഡ് മാച്ച് ആവണമെങ്കിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിലായിരിക്കണം നിങ്ങൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ലോയുടെ മുകളിലായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റിയാണ്. ഓക്കെ, അപ്പോൾ A+ സെറ്റപ്പിൽ ബെയറിഷ് സെനാരിയോയിൽ OB മോഡൽ പറഞ്ഞതുപോലെ നമുക്ക് റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസ് കണ്ടുവരാം. അങ്ങനെ നമ്മൾ ബെയറിഷ് സെനാരിയോയിൽ OB സെറ്റപ്പ് A+Aയിൽ നോക്കുകയാൽ, അതായത് A സെറ്റപ്പിൽ നമ്മൾ ബെയറിഷ് സെനാരിയോയിൽ OB സെറ്റപ്പ് അല്ലെങ്കിൽ OB മോഡൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ദർ ഈസ് എ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് റൈറ്റ് ഹിയർ. ഇവിടെ എന്താണ്, പ്രൈസ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ്, അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് ഓർ അല്ലെങ്കിൽ എന്താണ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് പ്രൈസ് ബോഡി ക്ലോസോടുകൂടി വെച്ചിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈ നോക്കുകയാണെങ്കിൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ലോ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ലോ എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരു ടെമ്പററി ആയിരിക്കും. മാർക്കറ്റ് മുകളിലേക്ക് ഒരു മൊമെൻറ്റം മാർക്കറ്റ് മുകളിലേക്ക് തരുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമുക്ക് ഇവിടെ ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം ഐഡൻറ്റിഫൈ ചെയ്ത ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈ, ഡിസ്പ്ലേസ്മെൻറ്റ് ലോ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മളുടെ PDRS ഏതൊക്കെയായിരിക്കണം, നമ്മളുടെ PDRS നോക്കുകയാണെങ്കിൽ നമ്മളുടെ FEG എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഇതായിരിക്കണം നമ്മളുടെ FEG എന്ന് പറയുന്നത് അല്ലേ, ഇതാണ് നമ്മളുടെ FEG. അതുപോലെ നമ്മൾ ഓർഡർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിൽസ് കൺസിഡർ ചെയ്താൽ, അതായത് നമ്മൾ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിൽ കൺസിഡർ ചെയ്താൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ഫുള്ളി ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്തത് ഈ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് അല്ലേ, ഈ ബെയറിഷ് ക്യാൻഡിലാണ് ഫുള്ളി ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബെയറിഷ് ക്യാൻഡിലാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക്. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു ആസ് എ ഓർഡർ ബ്ലോക്ക് ടേക്ക് ഔട്ട് ചെയ്ത ഒരാളാണ് ഞാനെങ്കിൽ, നോക്ക് നിങ്ങൾ ഒന്നുകൂടി കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വിങ് ഹൈ ടു സ്വിങ് ലോയിൽ നോക്കുകയാണെങ്കിൽ പ്രീമിയത്തിൽ തന്നെയാണ്. അത് ഇനി ഫിബ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല, എക്സ്ട്രീം തന്നെയാണല്ലോ. അപ്പോൾ നമ്മളുടെ എൻട്രി വരേണ്ടത് എപ്പോഴും എവിടെയായിരിക്കണം, ഓർഡർ ബ്ലോക്കിൽ. നമ്മളുടെ എൻട്രി വരേണ്ടത് ഓർഡർ ബ്ലോക്കിലാണ്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഹൈയുടെ മുകളിൽ. ഇനി ടാർഗറ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ഏതായിരിക്കും, ഡ്രോ ഓൺ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ റൈറ്റ് ഹിയർ, നോക്കൂ നിങ്ങൾ റിലേറ്റീവ് ഈക്വൽ ലോ നമുക്കിവിടെ കാണാമല്ലോ, ഇതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് ഈക്വൽ ലോ എന്ന് പറയാൻ വേണ്ടി കാരണം ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ലോ റൈറ്റ് ഹിയർ, അതുപോലെ ഇവിടെ എഗെയിൻ ലോ റൈറ്റ് ഹിയർ, അതുപോലെ തന്നെ എന്താണ് എഗെയിൻ നമുക്ക് എന്താണ് ഇവിടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് ഇവിടെയും കാണാം, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് ഇതും കാണാം. ഓക്കെ, അപ്പോൾ ആസ് എ ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, എവിടെയായിരിക്കും എൻട്രി വരേണ്ടത്, ഓർഡർ ബ്ലോക്കിലായിരിക്കണം എൻട്രി വരേണ്ടത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട്, അതായത് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത സോണിൽ നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് റൈറ്റ് ഹിയർ, സെക്കൻഡ് ടാർഗറ്റ് റൈറ്റ് ഹിയർ. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കണം, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. നമ്മളുടെ ലാസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലിക്വിഡിറ്റി ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രോ ഓൺ ലിക്വിഡിറ്റി. ഓക്കെ, ഇവിടെ ആയിരിക്കണം നമ്മളുടെ ടാർഗറ്റായിട്ട് വരേണ്ടത്. ഇപ്പം നമ്മൾ ഇത് റണ്ണ് ചെയ്യിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, റണ്ണ് ചെയ്യിച്ച് നോക്കിയാൽ പ്രൈസ് എന്ത് ചെയ്തു, ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തു, നമ്മളുടെ ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്തു, അവിടുന്ന് ഓർഡർ എടുക്കുന്നു, പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് താഴേക്ക് വരുന്നു. അതിനുശേഷം നോക്കൂ നിങ്ങൾ, നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് മിറ്റിഗേറ്റ് ചെയ്തു, സെക്കൻഡ് ടാർഗറ്റ് നോക്കൂ നിങ്ങൾ, സെക്കൻഡ് ടാർഗറ്റ് മിറ്റിഗേറ്റ് ചെയ്യാതെ പ്രൈസ് എന്ത് ചെയ്തു, അവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് പോകുന്നത്. ഓക്കെ, ലോ ക്രിയേറ്റ് ചെയ്താണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമുക്ക് എഗെയിൻ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, എഗെയിൻ തേർഡ് ലോ. ഓക്കെ, അപ്പം റീറ്റെയിൽ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ എഗെയിൻ എന്ത് വന്നിട്ടുണ്ട്, ദർ ഈസ് എ ലോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, ദർ ഈസ് എ ലിക്വിഡിറ്റി പൂൾ റൈറ്റ് ഹിയർ, fully sell stop liquidity because of 1 leg of buying, 2 leg of buying, 3 leg of buying. അതുകൊണ്ട് എന്താണ്, ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്യാൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഈ ഓർഡർ ബ്ലോക്ക് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്ത് പോയതില്ല, ഈ ഒരു ലെഗിൽ നമുക്ക് ദർ ഈസ് എ പ്രൊപ്പൾഷൻ ബ്ലോക്ക് റൈറ്റ് ഹിയർ. ഓക്കെ, ദർ ഈസ് എ പ്രൊപ്പൾഷൻ ബ്ലോക്ക് റൈറ്റ് ഹിയർ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതൊരു റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ദർ ഈസ് എ FEG, അഗെയിൻ നമുക്ക് എന്താണ്, ദർ ഈസ് എ FEG ഫോം ആയിട്ടുണ്ട്. ഓക്കെ, അത് മിറ്റിഗേറ്റ് ചെയ്തും പ്രൈസ് എന്താണ്, നമ്മൾ പ്രൈസ് താഴേക്കായിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത് ഈ കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, മെയിനായിട്ട് ഞാൻ പറഞ്ഞത് വരുന്നതാണ്, നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ബെയറിഷ് സെനാരിയോയിൽ വരാൻ വേണ്ടിയിട്ട്, ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ബെയറിഷ് സെനാരിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, സ്ട്രക്ചർ ബ്രേക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് ബോഡി ക്ലോസോടുകൂടി കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് കൺസിഡർ ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ നമ്മൾ ബെയറിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബെയറിഷ് ആയിട്ടുള്ള PDRS ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ബെയറിഷ് ആയിട്ടുള്ള PDRA എന്ന് പറയുന്നത് നമ്മളുടെ ഓർഡർ ബ്ലോക്കാണ്. ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മളുടെ എൻട്രി, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം.
അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി പ്രൈസ് എവിടേക്കാണ് പോകുന്നത് അതായിരിക്കണം നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒരു ബെയറിഷ് സെറ്റപ്പ് എയിൽ നിന്ന് A+ലേക്ക് വരണമെങ്കിൽ എന്ത് വരണം? നമ്മൾ ബുള്ളിഷിൽ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ലെവൽ മിറ്റിഗേഷൻ വരണം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ബെയറിഷ് സെറ്റപ്പിൽ ഒരു ഓർഡർ ബ്ലോക്ക് മോഡൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്താണ് അതിന് തൊട്ട് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു A+ സെറ്റപ്പ് കിട്ടുന്നതെങ്കിൽ ആ സെറ്റപ്പിന് A എന്നല്ല A+ സെറ്റപ്പ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫെയർ വാല്യൂ മോഡൽ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് മോഡൽ, അല്ലെങ്കിൽ FEG എൻട്രി മോഡൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇപ്പോൾ ഉള്ളത് എന്താണ്? A സെറ്റപ്പാണ്. A+ സെറ്റപ്പ് ആവണമെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവൽ കൂടി അത് മിറ്റിഗേറ്റ് ചെയ്താൽ എന്താണ് നമുക്ക് അതിനൊരു A+ സെറ്റപ്പ് എന്ന ടേം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ A+ സെറ്റപ്പിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ലെവൽ മിറ്റിഗേഷൻ, അതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിരിക്കണം, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീമിയം മോബി അല്ലെങ്കിൽ FEG. ഓക്കെ, അപ്പം നമ്മൾ നോക്കേണ്ടത് ഒരു A+ സെറ്റപ്പ് ആവും, ഒരു A സെറ്റപ്പ് ആവുന്നത് എപ്പോഴും എങ്ങനെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ മിറ്റിഗേഷന് ശേഷമാണ്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ലെവൽ മിറ്റിഗേഷന് ശേഷമാണ്. അപ്പം ഇനി നമ്മളെന്താണ് ആ ഇമ്പോർട്ടൻറ്റ് കീ ലെവൽസ് എന്തൊക്കെയാവാം? ഇപ്പോൾ ഓർഡർ ബ്ലോക്കിൽ നോക്കിയാൽ, ഓർഡർ ബ്ലോക്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ A സെറ്റപ്പിൽ ബെയറിഷ് OB സെറ്റപ്പാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് A+ സെറ്റപ്പ് ആവണമെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ബുള്ളിഷ് ആണെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പാറ്റേൺ വരികയാണെങ്കിൽ എന്താണ് നമുക്കിവിടെ അതിനൊരു A+ സെറ്റപ്പ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഒരു FEG ഫോർമേഷൻ വന്നിട്ടുണ്ട്. ബെയറിഷ് സെനാരിയോയിൽ ഒരു FEG മോഡൽ വന്നിട്ടുണ്ട്. ഇതിനൊരു A+ സെറ്റപ്പ് എന്ന് വിളിക്കണമെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു PDR, അത് ഓർഡർ ബ്ലോക്ക് ആവാം, അഗെയിൻ ഒരു FEG ആവാം, ഇതെല്ലാം വന്നാലേ അതിനൊരു A+ സെറ്റപ്പ് എന്ന് പറയും. അപ്പോൾ കൺക്ലൂഡ് രീതിയിൽ പറയുകയാണെങ്കിൽ എന്താണ് ഒരു A സെറ്റപ്പിനെ A+ സെറ്റപ്പിലേക്ക് മാറുന്നതിൻ്റെ മെയിൻ റീസൺ ഹയർ ടൈം ഫ്രെയിമിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കീ ലെവൽ മിറ്റിഗേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബെയറിഷ് സെറ്റപ്പിൻ്റെ കമ്പാരിസൺ തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ FEG സെറ്റപ്പ് വന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്ക് സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഈ രണ്ട് PDRSൽ ഏത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് എപ്പോഴും ആ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത ഹൈയുടെ മുകളിൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ FEGയിൽ ടേക്ക് ഔട്ട് ചെയ്ത ഏരിയ എന്നാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നതെങ്കിൽ കമ്പാരിറ്റീവ്ലി റിസ്ക് കൂടുതലായിരിക്കും, അതായത് SL പോയിന്റ് കൂടുതലായിരിക്കും. അതെ, അതുപോലെ തന്നെ എന്താണ് ഓർഡർ ബ്ലോക്കിലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി SL പോയിന്റ് കുറവായിരിക്കും, റിസ്ക് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് FEGന്ന് എൻട്രി കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലായിരിക്കും, അതുപോലെ റിസ്ക് കൂടുതലായിരിക്കും, SL പോയിന്റും കൂടുതലായിരിക്കും. അഗ്രസീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ട് FEG ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പിൽ അത്രയും കൺഫർമേഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ ഇൻ കേസ് ആ എൻട്രി മിസ്സായി പോവരുത് എന്നാണ് നിങ്ങളുടെങ്കിൽ FEG ഈസ് ബെറ്റർ ഫോർ യു. ഓക്കെ, അതുപോലെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ബ്ലോക്ക് എൻട്രി പ്രോബബിലിറ്റി കുറച്ച് ലോവറാണ്. അതായത് നമുക്ക് എക്സ്ട്രീം ലെവലിലേക്ക് ഓർഡർ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്ത് പോകണം എന്നില്ല. ഇൻ കേസ് ഇനി അത് മിറ്റിഗേറ്റ് ചെയ്താൽ പോലും പ്രൈസ് ഒരു വിക്കോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ റിജക്ഷൻ വന്നാൽ നമുക്ക് ആ എൻട്രി മിസ്സാവാനുള്ള പോസിബിലിറ്റിയും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് പക്ഷേ എന്താണ് അതിന് റിസ്ക് കുറവാണ്, അതായത് SL പോയിന്റ് കമ്പാരിറ്റീവ്ലി FEG വെച്ച് നോക്കുന്ന സമയത്ത് കുറവാണ്. അതുപോലെ ഇതൊരു കൺഫോർമേറ്റീവ് മോഡൽ കൂടിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം കമ്പാരിസൺ മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്ക് ബുള്ളിഷ് ആയിട്ട് ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്, ബെയറിഷ് ആയിട്ടുള്ള സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് അത് ഒരു A+ സെറ്റപ്പ് ആയിക്കോട്ടെ, A സെറ്റപ്പ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ A സെറ്റപ്പിലും A+ സെറ്റപ്പിലും നമുക്ക് എന്താണ് നമുക്ക് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ നമുക്ക് ഓർഡർ ബ്ലോക്കും വന്നിട്ടുണ്ട്, FEG വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയണം എവിടെ നിന്നാണ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ്. FEG എന്നാണോ? ഞാൻ FEG എൻട്രി എടുക്കുന്ന സമയത്ത് ഓർഡർ ബ്ലോക്കിലേക്ക് വരും. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തിന് FEG എടുക്കണം, ഓർഡർ ബ്ലോക്കിൽ നിന്ന് എടുത്താൽ പോരായിരുന്നോ, കുറച്ച് റിസ്ക് കുറവായിരിക്കുമല്ലോ, നല്ല റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നല്ലോ. ഇനി ഓർഡർ ബ്ലോക്ക് എന്നാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ FEG മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് അങ്ങ് പോയി. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിക്കും കുറച്ചുകൂടി നമ്മളുടെ എൻട്രി FEG ആക്കിയിരുന്നെങ്കിൽ നമുക്ക് ആ എൻട്രി കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതൽ. ഇത് ട്രേഡേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ OTE ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ OTE കോൺഫ്ലുവൻസ് വരുന്നത് ഏത് PDR ആണ്, ആ PDR ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, OTE എന്ന് പറയുന്നത് ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ ഫിബോനാച്ചി ടൂളിൽ നിങ്ങൾക്ക് 3 സെറ്റിങ്സ് ആയിട്ട് ചെയ്യാം. ഒന്ന് 0,
ഒന്ന് 1, ഒന്ന് 0.705. അതായത് ഇതാണ് നമ്മളുടെ OTE ലെവൽ എന്ന് പറയുന്നത്, ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി ലെവൽ. ഇങ്ങനെ നിങ്ങൾ സെറ്റപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ലെഗിൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും വരിക. അതായത് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം മാച്ച് ആവണം. അതായത് ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം എന്താണ്, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ്, അതിനുശേഷം സ്ട്രക്ചർ ബ്രേക്ക്, അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈ, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ലോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്താണ്, സ്വിങ് ഹൈ ടു സ്വിങ് ലോ നമ്മൾ ഫിബ് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 0.7, അതായത് ബെയറിഷ് ലെഗിൽ 0.7 എന്ന് പറയുന്നത് നമ്മളുടെ OTE ലെവലാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ബുള്ളിഷ് സെനാരിയോയിൽ നോക്കൂ നിങ്ങൾ. ബുള്ളിഷ് സെനാരിയോയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുപോലെ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ലോ വന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈ വന്നിട്ടുണ്ട്. നമ്മൾ ലോ ടു ഹൈ നമ്മൾ ഫിബ് വെച്ച് വരച്ചാൽ നമ്മളുടെ OTE എന്ന് പറയുന്നത് 0.5 ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു വരുന്നത് സിമ്പിളാണ്. നമ്മൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ നമ്മൾ ഫിബ് വെക്കുന്നു, അതായത് നമ്മൾ 0.5 നമ്മൾ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് അല്ലേ വെച്ചത്, അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, OTE ലെവൽ വെക്കുക. OTE ലെവൽ വെച്ചിട്ട് 0.705 എന്നുള്ള OTE പോയിന്റ് നിങ്ങളുടെ ഏത് PDRAയിലാണ് മിറ്റിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് വന്ന് നിൽക്കുന്നത്, അതായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ബിക്കോസ് ഓഫ് OTEയിലേക്ക് പ്രൈസ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലല്ലേ. ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി പ്രകാരം പ്രൈസ് റീട്രേസ് ചെയ്താൽ 0.5, അതായത് മിഡ് വരെ പ്രൈസ് റേസ് ചെയ്താൽ ആ ഒരു OTE ലെവൽ കൂടി ടേക്ക് ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇതിൻ്റെ ബാക്കിലുള്ള തിയറി ഇതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയാൽ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ബെയറിഷ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. നമുക്കെന്താണ്, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ, അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ഹൈ, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് ലോ നോക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമ്മളെന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ലോ നമ്മളെന്ത് ചെയ്തു, ഫിബ് വെച്ചു. ഇതെന്താണ് 0.705. ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്, OTE ലെവൽ വരുന്നത്. ഈ OTE ലെവൽ വരുന്നത് നമ്മളുടെ FEGയോട് കോൺഫ്ലുവൻസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ FEG നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, നമ്മളുടെ ഈ FEG വരുന്നത് എപ്പോഴും ഇതിന് താഴെയും നമ്മളുടെ ഓർഡർ ബ്ലോക്ക് വരുന്നത് ഈ ഒരു ഏരിയയിലുമാണെങ്കിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ടായിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻ ദ ബെയറിഷ് സെനാരിയോ. ഇനി നമുക്ക് ബുള്ളിഷ് സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ, അതുപോലെ തന്നെ സ്ട്രക്ചർ ബ്രേക്ക് റൈറ്റ് ഹിയർ, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ OTE വെക്കുന്ന സമയത്ത് നോക്ക് നിങ്ങൾ 0.75 കാണുന്നുണ്ടോ, 0.75 എന്ന് പറയുന്നത് 705 എന്ന് പറയുന്നത് നമ്മളുടെ ഒപ്റ്റിമൽ എൻട്രി പോയിന്റ് ആണ്, ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി, അതായത് OTE പോയിന്റ് ആണ്. ഈ OTE നമ്മളുടെ ഓർഡർ ബ്ലോക്കിലാണോ ഫെയർ വാല്യൂ ഗ്യാപ്പിലാണോ മിറ്റിഗേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ആ PDRA ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു OTE കോൺഫ്ലുവൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ഇവിടെ നോക്കൂ. ഈ ഫസ്റ്റ് ഇമേജിൽ നോക്കൂ നിങ്ങൾ. ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക്, അതിനുശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് അങ്ങ് കയറി അങ്ങ് പോയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എന്താണ്, ഒരു ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കൂ നിങ്ങൾ, ഒരു അക്യുമുലേഷൻ ഫോമിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അക്യുമുലേഷൻ ഹൈ ഇവിടെ എന്ത് ചെയ്തു, ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മളുടെ ഈ ഒരു സെറ്റപ്പിൽ നമുക്കിവിടെ രണ്ടാമത്തെ ഫോട്ടോയിലായിട്ട് നമുക്കെന്താണ്, ഇവിടെ ഒരു FEG നമുക്കിവിടെ കാണാം, അതുപോലെ ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് എന്താ ഇങ്ങനെയെന്ന് നമ്മൾ ശരിക്കും എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഈ ഒരു ബെയറിഷ് ക്യാൻഡിൽ എടുക്കാൻ പറ്റുമോ, നമ്മളുടെ റിസ്ക് റിവാർഡിന് മാച്ച് ആവില്ല. പക്ഷേ എന്താണ്, നമുക്ക് ഈ ഒരു വിക്കായിട്ട് എടുത്താലോ, റിജക്ഷൻ ബ്ലോക്ക് എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാനിവിടെ OB ആയിട്ട് എന്താണ്, ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ഹൈ ആയിട്ട് നമ്മളെന്താണ് ഒരു OB ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഞാൻ എപ്പോഴും OB കസ്റ്റമൈസ് ചെയ്യൽ. കാരണം എൻ്റെ റിസ്ക് റിവാർഡിനായിട്ടുള്ള ഒരു OB ആയിരിക്കണം എനിക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ഒരു FEG വന്നിട്ടുണ്ട്, ഇവിടെ ഒരു OB വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഈ ഒരു ലോഡ് താഴെയായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ FEGന്ന് എൻട്രി എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ SL പോയിന്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും.
ഓക്കെ. അപ്പോൾ നമ്മളുടെ ഒ ബിന്ന് എടുക്കുകയാണെങ്കിലോ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണെന്ന് നോക്കുക നിങ്ങൾ. ഓക്കെ. ഈ റെഡ് ലൈൻ ഡോട്ടഡ് ആയിട്ടുള്ള ലൈനാണ് നമ്മുടെ ടാർഗറ്റ്, അതായത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ് നമ്മുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ FEGയിൽ നിന്നാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ 1:2 അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഓർഡർ ബ്ലോക്കിലാണെങ്കിൽ 1:3. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇതിൽ ഏതായിരിക്കും നിങ്ങൾ എൻട്രി എടുക്കുന്നത്? നിങ്ങൾ ഓർഡർ ബ്ലോക്കിലാണോ എൻട്രി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ FEG നിന്നാണോ എടുക്കുക? ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, FEG നിന്ന് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഹൈ ലിക്വിഡിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ SL പോയിന്റ് കൂടുതലായിരിക്കും, നിങ്ങളുടെ റിസ്ക് കൂടുതലായിരിക്കും. നിങ്ങൾ OB നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ SL പോയിന്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ SL പോയിന്റ് ഓർഡർ ബ്ലോക്കിലാണെങ്കിൽ കുറവായിരിക്കും. അപ്പം ഞാൻ എന്താണ് FEG എൻട്രി എടുക്കുന്ന ഒരാളെപ്പോഴും എന്താണ് നമ്മളുടെ ആ ഒരു സെറ്റപ്പ് കുറച്ചുകൂടി കൺഫോർമേഷൻ ആണെങ്കിൽ നമുക്ക് എൻട്രി എടുത്തൂടെ? ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കെന്താണ് ഇവിടെ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് നടന്നിട്ടുണ്ട്. ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് നമ്മളെന്താണ് നെക്സ്റ്റ് ഒരു വീഡിയോ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗിനെ കുറിച്ചായിരിക്കും. ഓക്കെ. അപ്പം എനിക്ക് ഇതിൽ കോൺഫിഡൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ OTE കോൺഫ്ലുവൻസ് നോക്കുകയാണ്. ഓക്കെ. അപ്പോൾ OTE കോൺഫ്ലുവൻസ് നോക്കുന്ന സമയത്ത് ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈ നോക്കിയാൽ എൻ്റെ OTE, അതായത് നോക്കൂ നിങ്ങൾ 0.7. ഓക്കെ. 0.7 വരുന്നത് എവിടെയാണ്? ഓക്കെ. ഈ ഒരു ലെവൽ വരുന്നത് എവിടെയാണ്? എൻ്റെ FEGയിലാണ്, ഓർഡർ ബ്ലോക്കിലല്ല എനിക്ക് OTE കോൺഫ്ലുവൻസ് വരുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ഒരു 0.75 കോൺഫ്ലുവൻസ് വരുന്നത് FEGയിൽ നിന്നാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ എന്താണ് FEGയിൽ നിന്നാണ് എൻട്രി എങ്കിൽ, അതായത് നാലാമത് FEGയിൽ നിന്നാണ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത്, നോക്കൂ നിങ്ങൾ, നമ്മളുടെ OTE ലെവൽ FEGയിൽ നിന്ന് മിറ്റിഗേറ്റ് ചെയ്താണ് പ്രൈസ് നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുള്ളത്. ഓക്കെ. അതായത് പ്രൈസ് എന്താണ്, നമ്മളുടെ OTE ലെവൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈയിൽ നമ്മൾ വരച്ചു. OTE ലെവൽ നമ്മൾ ഓവർലാപ്പ് ആയിട്ട് വരുന്നത് FEGയിലാണ്. അത് മിറ്റിഗേറ്റ് ചെയ്താണ് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ. അപ്പം ഈ OTE നിങ്ങൾക്ക് നോക്കണമെങ്കിൽ കോൺഫ്ലുവൻസ് നോക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഈ OTE കോൺഫ്ലുവൻസിൻ്റെ കുറച്ചുകൂടി റിലേറ്റീവ് എക്സാമ്പിൾ നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ OTE കോൺഫ്ലുവൻസ് നോക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ എന്താണ്, നമുക്കിവിടെ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇത് A സെറ്റപ്പ് ആണോ A+ സെറ്റപ്പ് ആണോ? ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് നമുക്ക് എന്താണ് ഈ ഒരു ഏരിയ നമുക്ക് നിങ്ങൾ ഫുള്ളി ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ. ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, നോക്ക് നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ലെവലിൻ്റെ ഒരു മിറ്റിഗേഷൻ കൂടി ഇവിടെ ഉണ്ട്. ഓക്കെ. അതിനുശേഷം എന്താണ്, അതിനുശേഷം ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്. ഓക്കെ. സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസോട് കൂടിയിട്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസ്, അതുപോലെ തന്നെ എന്താണ് ദർ ഈസ് എ ഹയർ ടൈം ഫ്രെയിം, അല്ലെങ്കിൽ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ മിറ്റിഗേഷൻ കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ എന്താണ്, നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത് ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ലോ റൈറ്റ് ഹിയർ. ഓക്കെ. ഇനി നമുക്ക് വേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈ ആണ്. ഓക്കെ. ആ ഹൈക്ക് എന്ത് വേണം? ആ ഒരു ഹൈ ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് പ്രൈസ് ഇവിടുത്തെ ഇൻറ്റേണൽ ഒരു ബ്രേക്ക് നമുക്ക് വരണം. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ബ്രേക്കിനായിട്ട് നമ്മൾ കാത്തിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പം എന്താണ്, ഇപ്പം നമുക്കൊരു താഴേക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈ ആയിട്ട് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഇവിടെ നോക്കുന്ന റിലേറ്റീവ് ഈക്വൽ ഹൈ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എന്താണ് നമുക്ക് എപ്പോഴും എന്താണ് ഇതൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയോട് കൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതെന്താണ്, ഇത് ഒരു താൽക്കാലികമായിട്ടുള്ളത് മാത്രമാണ്. ഓക്കെ. അപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് താഴേക്ക് വരുന്നു. അതിനുശേഷം ഓക്കെ പ്രൈസ് എന്താണ് അക്യുമുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രൈസ് എന്താണ് അവിടെ കൺസോൾഡേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ് നോക്ക് നിങ്ങൾ ആ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് നമ്മളുടെ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ഹൈ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി. അതായത് എന്താണ് ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു അക്യുമുലേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. ഇവിടെ എന്ത് ചെയ്തു, ഒരു അക്യുമുലേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അക്യുമുലേഷൻ്റെ ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് സ്ട്രക്ചർ ബ്രേക്ക് വന്ന സമയത്ത് നമുക്ക് എഗെയിൻ എന്താണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈ നമുക്ക് എന്താണ് ഇവിടേക്കായിട്ട് മൂവ് ചെയ്യിക്കേണ്ടത്, അതായത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈ. ഓക്കെ. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി കൺഫർമേഷൻ നോക്കുന്ന സമയത്ത് പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. അതായത് സ്ട്രക്ചർ ബ്രേക്കോട് കൂടി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി സ്വീപ്ഡ് ആയിട്ടുള്ള ക്യാൻഡലിനെ നമ്മൾ ഓർഡർ ബ്ലോക്കായിട്ട്
കൺഫേം ചെയ്യുന്നുണ്ട് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇനി നമുക്ക് FEG ആയിട്ട് ഏതാണ്? നമ്മളുടെ FEG ആയിട്ട് നമുക്ക് മുകളിലാണ് FEG ഉള്ളത്. ഓക്കെ, ഇതാണ് ആക്ച്വലി എന്ത് നമ്മളുടെ FEG എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന ഏതാണ്? ഇവിടെ നിന്ന് എൻട്രി പ്രൈസ് പോകാനാണ് ചാൻസ്. ഇൻ കേസ് പ്രൈസ് എന്താണ് FEG നിന്ന് മിറ്റിഗേറ്റ് ചെയ്ത് പോകാം, അതുപോലെ തന്നെ എന്താണ് ഇവിടെ നിന്ന് മിറ്റിഗേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ഓർഡർ ബ്ലോക്കിൽ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ റിസ്ക് എത്രയാണ്? ഇതുവരെയാണ് നമ്മളുടെ റിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ FEG എന്ന് എടുക്കുകയാണെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ നോക്കിയ പ്രകാരം എന്താണ് നമുക്ക് ആക്ച്വലി ഓക്കെ, ഇതിൻ്റെ കളർ നമുക്ക് ജസ്റ്റ് ഓക്കെ, നമുക്കെന്താണ് ഒരു കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വന്ന് സ്ട്രക്ചർ ബ്രേക്ക് വന്ന് ഇവിടെ എന്താണ് ഒരു അക്യുമുലേഷൻ ചെയ്ത് അക്യുമുലേഷൻ ഹൈ ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്തു താഴേക്ക് വന്നു. അതിനുശേഷം എന്താണ് ഇവിടെ നമുക്ക് 2 PDRAs നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഫിബ് ടൂൾ എടുക്കുന്നു, നമ്മൾ ആ ഒരു ലോ ടു അതുപോലെ ലോ ടു ഹൈ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാർക്ക് ചെയ്താൽ ഓക്കെ, മാർക്ക് ചെയ്താൽ ഇവിടെ നമ്മളുടെ OTE അതായത് നമ്മളുടെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി ലെവൽ മാച്ചായി നിൽക്കുന്നത് എവിടെയായിരിക്കും? നമ്മളുടെ മാച്ചായി നിൽക്കുന്നത് അതായത് 0.75 ആണ്, 0.5 ആണ് നമ്മളുടെ OTE ലെവൽ. ഓക്കെ, നമ്മൾ സെറ്റിങ്സിൽ ആ ഒരു വാല്യൂ നോക്കിയാൽ ഇതാ 0.5 ഓക്കെ, 0.5 ലെവൽസ്. ഓക്കെ, ലെവൽസ് നമ്മൾ ഓക്കെ ലെവൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ 0.75 എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഈ 75 എന്ന് പറയുന്നത് ഓവർലാപ്പ് ആയിട്ട് നിൽക്കുന്നത് എവിടെയാണ്? നമ്മളുടെ FEGയിലാണ്, നമ്മളുടെ OBയിലല്ല. അതുകൊണ്ട് എന്താണ് ഇത് FEGയിൽ മിറ്റിഗേറ്റ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് FEG മിറ്റിഗേറ്റ് ചെയ്തും കൊണ്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഓർഡർ ബ്ലോക്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എൻട്രി കിട്ടുമോ? അയാൾക്ക് എൻട്രി കിട്ടാനുള്ള പോസിബിലിറ്റി അവിടെ വളരെ കുറവാണ്. കാരണം എന്താണ് ഇവിടെ നമ്മൾ നോക്കിയത് പ്രകാരം എന്താണ് നമ്മളുടെ സെറ്റപ്സ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മളുടെ കൺഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് വന്നിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്കും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ OTE കോൺഫ്ലുവൻസ് വന്നിട്ടുള്ളത് FEGയിലാണ്. ഓക്കെ, 0.75 എന്ന് പറയുന്നത് ഈ ഒരു ഇത് വന്നിട്ടുള്ളത് എവിടെയാണ്? FEGയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, FEGന്ന് പ്രൈസ് തിരിച്ച് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി നമുക്ക് എന്താണ് ദർ ഇസ് എ പ്രപ്പൾഷൻ ബ്ലോക്ക് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, പ്രപ്പൾഷൻ ബ്ലോക്ക്. ഓക്കെ, പിന്നീട് നമുക്ക് എന്താണ് പ്രപ്പൾഷൻ ബ്ലോക്കിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് പിന്നെ നമുക്ക് എന്താണ് ഒരു എൻട്രി OB പോലെയായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതൊരു തിയറി മാത്രമാണ്. നമ്മൾ OTE ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി എന്ന് പറയുന്നത് 0.75 എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി പോയിന്റ് ആണ്. ഇത് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ഈ 0.75 ഓവർലാപ്പ് ആയിട്ട് വരുന്നത് ഏതിലാണ്? അതായത് ഓർഡർ ബ്ലോക്കിലാണോ ഫെയർ വാല്യൂ ഗ്യാപ്പിലാണോ? ആ PDRA ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇത് ഞാൻ എടുക്കുമോ? എൻ്റെ സെനാരിയോയിൽ ഞാൻ ഇത് എടുക്കുമോ? ഒരിക്കലും എടുക്കില്ല. കാരണം ഇത്രത്തോളം റിസ്ക് ബെയർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഓക്കെ, ഇൻ കേസ് എന്താണ് 0.75 എന്ന് പറയുന്നത് OBയുടെ താഴെ ഈ ഒരു ലെവലിലാണ് വരുന്നതെങ്കിൽ കൺഫോർമേറ്റീവ് ആയിട്ട് എന്താണ് ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഇതുപോലെ ഒരു റിലേറ്റീവ് എക്സാമ്പിൾ കൂടി നോക്കാം. അങ്ങനെ നിങ്ങൾ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു A+ സെറ്റപ്പ് നമുക്ക് ബുള്ളിറ്റ് സെനാരിയോയിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ നോക്കിയാൽ എന്താണ് നമുക്ക് ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ലെവലിലേക്ക് പ്രൈസ് വന്നിട്ട് ആ കീ ലെവൽ മിറ്റിഗേറ്റ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു A+ സെറ്റപ്പ് പാറ്റേൺ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് റൈറ്റ് ഹിയർ. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ക്യാൻഡിൽ ക്ലോസോട് കൂടിയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് തരുന്ന ബ്രേക്ക് എപ്പോഴും സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിരിക്കും. ഓക്കെ, അതിനുശേഷം എന്താണ് ദർ ഈസ് എ ഇൻഡ്യൂസിമെൻ്റ് ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ. ഒരു ലിക്വിഡിറ്റി ഇൻഡ്യൂസിമെൻ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDRAs ഏതൊക്കെയാണ്? നമുക്ക് ദർ ഈസ് എ FEG റൈറ്റ് ഹിയർ. നമുക്ക് FEG ഇതായിട്ട് എന്താണ് ഒരു FEG ആയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്
നമുക്ക് ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കായിട്ട് ഞാൻ ഈ ക്യാൻഡലിൻ്റെ ഈ ഒരു ഏരിയ ആയിട്ട് ഞാൻ ഓർഡർ ബ്ലോക്കായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇവിടെ പ്രൈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ പ്രൈസ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് മുകളിലേക്ക് പോയി, അവിടുന്ന് ഒരു പുഷ് താഴേക്ക് വരുന്നു. ഓക്കെ, നമുക്ക് എന്താണ് തൽക്കാലം എന്താണ്, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയും ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈയും ആയിട്ട് എടുക്കാം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ലോയും ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈയും ആയിട്ട് എടുക്കാം. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളുടെ ഫിബ് ടൂൾ എടുക്കുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് ലോയിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ഹൈയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിബ് റീട്രേസ്മെൻറ്റ് നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, ഫിബ് റീട്രേസ്മെൻറ്റ് വരയ്ക്കുന്ന സമയത്ത് ഓക്കെ, ഇവിടെ ലെവൽസിൽ അൺഐഡാണ്. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ 0, നമ്മളുടെ 1, 0.75 എന്ന് പറയുന്ന ഏരിയ വരുന്നത് എന്താണ്, നമ്മളുടെ ഓർഡർ ബ്ലോക്കിലേക്ക് മിറ്റിഗേറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിനെ കോൺഫ്ലുവൻസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, പ്രൈസ് ഇൻ കേസ് പ്രൈസ് താഴേക്ക് വന്നാൽ OTE 0.75 നമുക്ക് ഓവർലാപ്ഡ് ആയിട്ട് നിൽക്കുന്നത്, 0.705 ഓവർലാപ്ഡ് ആയിട്ട് നിൽക്കുന്നത് നമ്മളുടെ OBയോടാണ്, FEGയോടല്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഇവിടെ നിന്ന് പ്രൈസ് റിട്രേസ് ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആവാം, നമ്മളുടെ ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നമ്മളുടെ ടാർഗറ്റ് ആവാം. അതുപോലെ തന്നെ എന്താണ്, മുകളിലേക്ക് നോക്കുന്ന സമയത്ത് റൈറ്റ് ഹിയർ ദർ ഈസ് എ FEG മിറ്റിഗേറ്റഡ് ആണ്. നമ്മളുടെ എന്താണ്, ദർ ഈസ് എ ഓക്കെ FEG റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളെപ്പോഴും ടാർഗറ്റ്സ് എപ്പോഴും ലിക്വിഡിറ്റീസും നമ്മളുടെ PDRAസും ഇതൊക്കെ ആയിട്ടായിരിക്കണം നമ്മളുടെ ടാർഗറ്റ്സ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മെയിൻലി നോക്കുന്നത് എന്താണ്, നമ്മളുടെ OTE കോൺഫ്ലുവൻസ് വരുന്നത് ഓർഡർ ബ്ലോക്കിലായതുകൊണ്ട് തന്നെ നമ്മളുടെ എൻട്രി ഓർഡർ ബ്ലോക്കിൽ നിന്ന് ആവണം. ഓക്കെ, ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത അതിൻ്റെ താഴെ, അതിനുശേഷം എന്താണ് ടാർഗറ്റ്സ് നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി ബേസ് ആണ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കണം, നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അതുപോലെ നമ്മളുടെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നെക്സ്റ്റ് പ്രൈസ് പോകാനുള്ള ഡ്രോ ഓൺ ലിക്വിഡിറ്റിയാണ്. ഓക്കെ, പക്ഷെ എന്താണ്, നമ്മൾ ഈ ഒരു A+ സെറ്റപ്പിൽ നമ്മൾ ടാർഗറ്റ്സ് കുറച്ചും കൂടി ഹയർ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ സെറ്റപ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ടാർഗറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സെറ്റപ്സ് എല്ലാം വന്നിട്ടുണ്ട്. പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യുന്നത് ഏതാവാം, നമ്മളുടെ ഓർഡർ ബ്ലോക്ക് ആവാം. ബിക്കോസ് ഓഫ് നമ്മളുടെ OTE കോൺഫ്ലുവൻസ് വരുന്നത് എവിടെയാണ്, നമ്മളുടെ OTE കോൺഫ്ലുവൻസ് വരുന്നത് നമ്മളുടെ ഓർഡർ ബ്ലോക്കിലാണ്, FEGയിലല്ല. കഴിഞ്ഞ നമ്മളുടെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിൽ നമ്മളുടെ കോൺഫ്ലുവൻസ് വന്നിട്ടുള്ളത് എവിടെയായിരുന്നു, നമ്മളുടെ കോൺഫ്ലുവൻസ് നമുക്ക് വന്നിട്ടുള്ളത് FEGയിലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നോക്കൂ, നിങ്ങൾ കോൺഫ്ലുവൻസ് വന്നിട്ടുള്ളത് ഓർഡർ ബ്ലോക്കിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, നിങ്ങൾ ഓർഡർ ബ്ലോക്കിൽ എടുക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ FEGയിൽ നിന്ന് എടുക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ OTE കോൺഫ്ലുവൻസ് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. OTE കോൺഫ്ലുവൻസ് നിങ്ങൾ ഫിബ് സെറ്റിങ്സിൽ 0.75 കൂടി ആഡ് ചെയ്തിട്ട് അതിൽ ആ 0.75 എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവൽ ഏത് PDRA ആയിട്ടാണ് കോൺഫ്ലുവൻസ് വരുന്നത്, അതായിരിക്കണം നിങ്ങളുടെ എൻട്രി മോഡലായിട്ട് യൂസ് ചെയ്യേണ്ടത് ആസ് പെർ OTE തിയറി പ്രകാരം. അറ്റ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡർ ബ്ലോക്കിലും FEGയിലും നമ്മൾ എൻട്രി എടുക്കേണ്ടത് എങ്ങനെയാവണം, നമ്മൾക്ക് A സെറ്റപ്പിലും ഫോം ആവാം, A+ സെറ്റപ്പിലും ഫോം ആവാം. ഓക്കെ, ഒരു A സെറ്റപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് വേണം, സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ബോഡി ക്ലോസോടുകൂടി വേണം, ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗ് വേണം, അതുപോലെ ഡിമാൻഡഡ് ആയിട്ടുള്ള PDRA അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള PDRAs വേണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഏതിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്പാരിസൺ നമ്മൾ പറഞ്ഞു, FEGയിൽ നിന്ന് എടുക്കുകയാണെങ്കിലും അതുപോലെ OBയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ റിസ്കിൽ വരുന്ന കമ്പാരിസൺ, അതിൻ്റെ നേച്ചേഴ്സ് ആരൊക്കെ എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്താണ്, OTE കോൺഫ്ലുവൻസ് പറഞ്ഞു. ഓക്കെ, 0.75 ഈ 0.75 ആണ് നമ്മളുടെ OTE എന്ന് പറയുന്നത്. OTE കോൺഫ്ലുവൻസ് ഏത് PDRA വരുന്നു, ആ PDRA വർക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ കമ്പൈൻഡ് കൺക്ലൂഷനിലൂടെയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, നല്ല രീതിയിലുള്ള തൊണ്ടവേദനയും ജലദോഷവും എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടും കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം വീഡിയോ കണ്ടവരോട് ഒന്നേ പറയാനുള്ളൂ, താങ്ക് യു.